മോക്ഷം വേണം എന്നുള്ള ആഗ്രഹം പോലും ആഗ്രഹങ്ങളുടെ പട്ടികയിലായതുകൊണ്ട് അതുപോലും ഇവിടെ ഭക്തിയല്ല. ഒരു ധർമ്മം ഓർക്കണം നമ്മൾ, പ്രത്യേകിച്ച് പുതിയ തലമുറയിലുള്ള കുഞ്ഞുങ്ങളൊക്കെ. എത്രയോ അനാഥ മന്ദിരങ്ങൾ ലോകത്ത് ഉയരുകയാണ്, എത്രയോ അമ്മമാര് വേണ്ടാണ്ടാവുകയാണ്. ഗുരുവായൂരപ്പൻ്റെ ഒക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചില അമ്മമാര്, ഞാൻ നാള് ഈ ത്രിപക്ഷ ഭാഗവതത്തിന് പോയ സമയത്ത് ഒരു അമ്മ ഗുരുവായൂർ വന്നിട്ട് കുറച്ച് പാൽപ്പായസം കൊണ്ടു തന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. അപ്പം അമ്മ പറഞ്ഞാൽ അത് വേണം. ഞാൻ ചോദിച്ചു അമ്മയുടെ വീട് എവിടെയാ? അമ്മ പറഞ്ഞു ഇവിടെ തന്നെയാ മോനെ എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. എത്രയോ അമ്മമാര് വഴിയിലാണ്. പ്രായമുള്ള അമ്മമാരുടെ അടുത്തും അച്ഛൻ്റെ അടുത്തൊക്കെ ഒന്ന് വെറുതെ ഒന്ന് പോയിരിക്കണം കേട്ടോ. കുട്ടികൾ വെറുതെ ഒന്ന് പോയാൽ മതി, ഒന്നും കൊടുക്കണ്ട. ഓണം വിഷൊക്കെ വരുമ്പോഴേ ഒരു ഉരുള ചോറൊക്കെ ഉരുട്ടിയിട്ട് ആ വൃദ്ധയായ അമ്മയുടെ വായിലേക്ക് ഒന്ന് വെച്ചിട്ട് അമ്മ ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ, കുറച്ച് തിരക്കായതുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ അച്ഛൻ എന്ന് ചേർത്ത് പിടിച്ച് അച്ഛാ ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അവർക്ക് ജീവിക്കാനുള്ള ത്വരയായി. തോട്ടമാവതാരികയിൽ പറഞ്ഞ പോലെ പാതാളേശ്വരനായ ഗുരുവായൂരപ്പന് കാതരയായ മഞ്ജുള സമർപ്പിച്ച തെച്ചിപ്പൂമാല ഇഷ്ടായിണ്ട്. മല്ലിശ്ശേരി എല്ലാ 1-ാം തീയതിയും കൊടുക്കാറുള്ള ഓണപ്പുടവ ഗുരുവായൂരപ്പന് വളരെ ഇഷ്ടമാണ്. മേൽപ്പത്തൂരിന്റെ നാരായണീയം എത്ര കേട്ടിട്ട് മതിയെന്നായിട്ടില്ല. പാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജ്ഞാനപ്പാന വീണ്ടും വീണ്ടും ഗുരുവായൂരപ്പൻ. പായതിൽ ഒന്നുപോലെ ഈ ഉള്ളവന്റെ വാക്കുകളിലും ഹേ ഗുരുവായൂരപ്പ അവിടുന്ന് സന്തോഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ ഈ ഉള്ളവൻ അർഹനല്ല. പിന്നെ ഏതുപോലെയും ചോദിച്ചാൽ സാധാരണ നമ്മൾ ഈ സദ്യ കഴിക്കാറുണ്ട്. സദ്യ കഴിക്കാറില്ലേ? എല്ലാവരും എന്തിനാ എന്നെ നോക്കി പേടിപ്പിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണേ. ഞാൻ അത്ര വലിയൊരു തെറ്റുകാരനാണോ? നമ്മൾ ഈ മലയാളികൾക്കുള്ളൊരു വലിയ പ്രശ്നതാ, നമ്മളെല്ലായിടത്തും പോയി നല്ലോണം ബലം പിടിച്ചിരിക്കും. സത്രശാലയിലൊക്കെ വന്നിരിക്കുന്ന കണ്ടാലും ജഡ്ജ് ചെയ്യാൻ വന്നെന്തോ. ഇപ്പൊ ഈ റിയാലിറ്റി ഷോ ഒക്കെ കണ്ട് അങ്ങനെ ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അല്ല അത് കുഴപ്പമില്ല. ഈ ബലം പിടിക്കുന്നവർ ആയുസ് കുറയുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിരിക്കുന്ന കൃഷ്ണനെ നിരത്തി വെച്ചിട്ട് മുഖം ഉറപ്പിച്ചിരിക്കുന്നവരാണ് നമ്മള്. സദ്യ കഴിക്കാറില്ലേ? എന്ത് മിണ്ടാത്തത്? ഈ സദ്യ അങ്ങനെ കഴിച്ചു വരുമ്പോഴേ അവസാനം നല്ല പാൽപ്രഥമൻ അങ്ങനെ വിളമ്പി അത് കുറെ കഴിച്ച് വീണ്ടും കഴിക്കണം എന്നുണ്ട്. പക്ഷെ നാവിന്റെ മധുരാധിക്യം കൊണ്ട് പറ്റാണ്ട് വരുമ്പം നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പപ്പണി ചെയ്യാറുണ്ട്. എന്താ ചെയ്യാ? വേഗം പറയൂ. നാരങ്ങാക്കറി എടുത്തിട്ട് നാവില് വെച്ചിട്ട് വീണ്ടും കഴിക്കാൻ തുടങ്ങും. അപ്പൊ എന്ന് പറയണ പോലെ ഇവിടെ വലിയ പ്രഥമൻ മഹാത്മാക്കളായിട്ടുള്ള ആചാര്യന്മാര് വിളമ്പുന്നതിന്റെ ഇടയിൽ ഞാൻ കുറച്ച് നാരങ്ങ കറി വിളമ്പിയാലോ എന്ന ഒരു അതിമോഹം ആയിട്ട് മാത്രം വന്നു എന്ന് കൂട്ടിയാൽ മതി. കാരണം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാഭൂയി ഭാവുക എന്നാണ്. ഭാഗവതം കുടിക്കാനുള്ളതാണെന്നാണ്. അതായത് അതുകൊണ്ടാണ് അത്ര ചെവിക്ക് ഇങ്ങനെ പാത്രത്തിന്റെ ആകൃതി നൽകിയത്. പിബത ഭാഗവതം രസമാലയം. അപ്പോ ഇവിടെ ഇന്ന് നമുക്കുള്ള ചെറിയൊരു സമയം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കപിലാവതാരം, കാപിലം എന്നുള്ള ഭാഗമാണ്. ശ്രീമദ് ഭാഗവതം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു മറുപടി അതിൽ തന്നെ ഉണ്ട്. അതായത് ദ്വാദശ സ്കന്ധത്തിൽ അവസാനം പറയും സർവ വേദാന്ത സാരം ഹി ശ്രീ ഭാഗവതം ഇഷ്യത്തെ തദ്രസാമൃത തൃപ്തസ്യ ന അന്യത്ര സ്യാദ് രതിഹി ക്വചിത്ത് എന്നാണ്. അതായത് എന്താണ് ഭാഗവതം എന്നൊരാൾ ചോദിച്ചാൽ അതിന് ഭാഗവതം പറഞ്ഞിരിക്കുന്ന മറുപടി എന്താ വെച്ചാൽ സർവ വേദാന്ത സാരം എന്നാണ്. എന്താണ്? കേൾക്കാൻ വയ്യ. സർവ വേദാന്ത സാരം. അത് ബുക്കും പേനയൊക്കെ ഉണ്ടെങ്കിൽ എഴുതി വെക്കണുണ്ടോ? സത്രശാലയിൽ വരുമ്പോൾ ഒരു പുസ്തകവും പേനയും കയ്യിലൊക്കെ കരുതണം, നല്ലതാ. കാരണം മഹാത്മാക്കളായിട്ടുള്ള ആളുകൾ പറയണത് വളരെ പ്രധാനമായിട്ടുള്ള അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അത് എഴുതി വെച്ചാൽ ഈ സത്രം കഴിയുമ്പോൾ ഭാഗവതത്തെ കുറിച്ച് നല്ല ബോധ്യം ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകും നമുക്ക്. അപ്പൊ സർവ വേദാന്ത സാരമാണ് ഭാഗവതം എന്ന് പറയുന്നു. അപ്പൊ അതില് ഏറ്റവും മുഖ്യമായ ഒരു പ്രകരണമാണ് കാപിലം എന്നറിയപ്പെടുന്ന കപിലാവതാര ചരിതം. തൃതീയ സ്കന്ധത്തിലേക്കാണ് വരിക. കാരണം ഭാഗവതത്തിന് 10 ലക്ഷണങ്ങളാ പറയാ, അല്ലെ? കേട്ടല്ലേ? ഭാഗവതത്തിന്റെ 10 ലക്ഷണങ്ങള്: സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം, ഈശാനുകഥ, നിരോധം, മുക്തി, ആശ്രയം. അങ്ങനെ 10 ലക്ഷണങ്ങൾ അവർ പറയും.
അപ്പൊ അതില് സർഗം എന്ന് പറയുന്ന ഭൂതമാത്രേന്ദ്രിയധിയാം ജന്മസർഗ ഉദാഹൃത എന്ന് പറയുന്ന പ്രകാരത്തില് ഭാഗവതത്തിന്റെ സർഗലീല തൃതീയ സ്കന്ധം മുതൽ തുടങ്ങുകയാണ്. ശരിക്കും ഭാഗവതത്തിന് 3 തരം ഭാഷകളുള്ളത്. വെറുതെ ഇപ്പൊ ആയിടം ഇവിടെ പറഞ്ഞ മാതിരി ഈ കാവ്യാലങ്കാര ഉപമാതി ശാസ്ത്രങ്ങളൊക്കെ നല്ലതാണ്. പക്ഷെ അത് വെറുതെ ഭഗവാൻ ഒരു വരാഹമായിട്ട് വന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവസാനിപ്പിച്ചിട്ട് ഇവിടുന്ന് പോയത്. അതന്നെയാ ഇവിടെ പറഞ്ഞത്. അതായത് ഭാഗവത കഥകൾ വെറുതെ കേൾക്കുക എന്ന് പറയുന്നത് ഒരു അഭ്യാസം മാത്രമാണ്. അതുകൊണ്ടാണ് ഇത്തരം സത്രങ്ങൾ നടത്താൻ നമ്മൾ തീരുമാനിക്കുന്നത്. കാരണം തത്വസമീക്ഷ ഭാഗവത ആദ്യം തന്നെ പറയുന്നുണ്ട്, വദന്തി തത്വ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇത് ശബ്ദതയും. അതായത് ഭാഗവതത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് നോക്കിയാലും സത്യം പരം ധീമഹി എന്ന ഒരു കണ്ണാടി ഒരു പ്രസത്തിനകത്തോട് നോക്കിക്കഴിഞ്ഞാൽ റിഫ്ലക്ട് ചെയ്യുന്ന പോലെ സത്യമാണ് ഇവിടെ റിഫ്ലക്റ്റഡ് ആവുന്നത്. അപ്പൊ അതിന് പല രീതിയിൽ അവര് പല കാര്യങ്ങൾ പറയുകയാണ്. എല്ലാം ഒരേപോലെ അല്ല, പക്ഷെ അവസാനിക്കുന്നത് ഒരേ തത്വദീക്ഷയിൽ തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ, ഈ ഭാഗവത കഥകൾ ആദ്യം കേൾക്കുമ്പം അതിന് ആദ്യത്തെ ഭാഷയാണ് ലൗകിക ഭാഷ. എന്താ പറയാ, കേൾക്കാൻ വയ്യ, ലൗകിക ഭാഷ. രണ്ടാമത്തെ ഭാഷയുടെ പേരാണ് പരമത ഭാഷ. എന്താണ് പരമത ഭാഷ? ആദ്യത്തത്, രണ്ടാമത്തത് പരമത ഭാഷ. മൂന്നാമത്തെ ഭാഷയുടെ പേരാണ് സമാധി ഭാഷ. എന്താണ് സമാധി ഭാഷ? ആദ്യത്തത് അത് പോയി, ഒരെണ്ണം പഠിച്ച പഠിത്തം പോയി, അപ്പൊ അതൊക്കെ മതി. ലൗകിക ഭാഷ. രണ്ടാമത്തത് പരമത ഭാഷ. മൂന്നാമത്തത് അതൊക്കെ ഇപ്പൊ എല്ലാം പോയി. പണ്ട് സ്കൂളിൽ പോയിട്ട് ഇപ്പോഴല്ലേ പിന്നെ പഠിക്കണേ, അതുകൊണ്ടാ സമാധി ഭാഷ. അപ്പൊ ലൗകിക ഭാഷ എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ രീതിയിൽ കഥ പറയുക. ഇപ്പൊ കൃഷ്ണൻ വെണ്ണ കെട്ടു എന്നൊക്കെ പറയണ കഥയില്ലേ, അത് സാധാരണ എല്ലാവർക്കും അറിയാം. പരമത ഭാഷ എന്ന് പറഞ്ഞാൽ എന്താ? ഔപനിഷദിക പക്ഷത്തിലുള്ള ഭാഷയാണ്. ഈശാവാസ്യമിതം സർവം ജഗത്യാം ജഗത്തേന തക്തേന പുഞ്ചീതമാകൃത സ്വസിധനം എന്നൊക്കെ ഉപനിഷത്ത് പറഞ്ഞു. അത് ഭാഗവതം പറഞ്ഞിട്ടുണ്ട്, ചെറിയ വ്യത്യാസം വരുത്തി ആത്മാവസ്യ ഇതം സർവം എന്ന് മാറ്റി എഴുതി. അപ്പോ ഔപനിഷദിക പക്ഷത്തിലെ ഭാഷയാണെന്ത്? പരമത ഭാഷ. സമാധി ഭാഷ എന്ന് പറഞ്ഞ എന്താ? സമാധി എന്ന് പറഞ്ഞ എന്താണ്? ധീ സമമായിരിക്കുന്ന അവസ്ഥ, ബുദ്ധിയെ സമമായി വീക്ഷിച്ചുകൊണ്ട് അതിനകത്ത് എന്താ അവര് പറയണത് എന്നുള്ളത് ചുഴിഞ്ഞ് ചിന്തിക്കുകയാണ് എന്ത്? സമാധി ഭാഷ എന്ന് പറഞ്ഞാൽ. അപ്പോ ഭാഗവതം എന്ന് പറയുന്നത് വേദാന്ത സാരാണെന്ന് പറഞ്ഞു. ആദ്യത്തെ സ്കന്ധം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ശ്രീമദ് ഭാഗവതത്തിന്റെ ആദ്യത്തെ സ്കന്ധങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തുടങ്ങിയ തന്നെ കണ്ടില്ലേ, എന്താ പറഞ്ഞത്? ജന്മാദ്യസ്യതോന്വയാദിതരദാർദ്വേഷഭിജ്ഞസ്വരാട്ടേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിവൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷ ധാമ്ന സ്വേന സദാ നിരസ്ത കുഹകം. പിന്നെന്താണ്? സത്യം പരം ധീമഹി. വ്യാകരണം പഠിച്ചുള്ള ഒരാളാണെങ്കിൽ ഇത് വായിച്ചിട്ട് നിർത്തും. കാരണം അവിടെ ആ പ്രയോഗം തെറ്റാ. സത്യം പരം ധീമഹി എന്നുള്ള പ്രയോഗം ലൗകിക സംസ്കൃതത്തിൽ പ്രയോഗിക്കാൻ പറ്റില്ല. പരമമായ സത്യത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ വ്യാസഭഗവാന് വ്യാകരണപ്പഴോ അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല. കാരണം എന്താ? അവിടെ ധീമഹി എന്നുള്ള ശബ്ദം ലൗകിക സംസ്കൃതമേ അല്ല, അത് വൈദികമാണത്, വേദത്തിലെയാണ്. ഋഗ്വേദത്തിന്റെ വ്യാകരണം എന്ന് പറഞ്ഞാൽ സാധാരണ പാണിനീയ വ്യാകരണമോ അപാണിനീയ വ്യാകരണമോ ഒന്നുമല്ല. അതിന് പറയുന്ന പേര് തന്നെ വേറെയാണ്, പ്രാതിശാഖ്യം എന്നാണ് പറയുക. ഋഗ്വേദത്തിന് പ്രാതിശാഖ്യമുണ്ട്, യജുർവേദത്തിന് പ്രാതിശാഖ്യമുണ്ട്. സ്വരം പോലെ തന്നെ പ്രധാനമാണ് പ്രാതിശാഖ്യം. അപ്പോൾ ശ്രീധരാചാര്യ സ്വാമികൾ ശ്രീധരീയത്തിൽ പറയുന്നുണ്ട്, ഭാഗവതത്തിന് അത് എഴുതി വെക്കണം. ഭാഗവതം നമ്മൾ വെറുതെ തോന്നിയ പോലെ പറയാൻ പറ്റുന്നില്ല. പണ്ടുള്ള മഹാത്മാക്കൾ സമ്മതിച്ചിരുന്നില്ല. മള്ളിയൂർ തിരുമേനി ഒന്നും ഒരിക്കലും സമ്മതിച്ചു തരില്ല. അപ്പൊ തിരുമേനിയെ നമ്മൾ കാണുന്ന സമയത്ത് അദ്ദേഹം ഭാഗവതം കേമ എന്നൊക്കെ പറയും. പക്ഷെ ശ്രീധരീയം നോക്കിയേ പറയാവൂ 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 എന്ന് ഉള്ള കാലത്തോളം അദ്ദേഹം പറയുമായിരുന്നു. അദ്ദേഹം അത് നോക്കിയേ പറയുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ മടിയൊന്നും ഉണ്ടായിരുന്നില്ല. പാലക്കാട് കുറെ കാലം അദ്ദേഹത്തിന് വയസ്സായ സമയത്ത് ഒരു സപ്താഹത്തിന് ശ്രീധരീയത്തിന്റെ ഗ്രന്ഥം ചുമന്നുകൊണ്ട് പോയിട്ട് അത് നോക്കി പറയാൻ തുടങ്ങി. അപ്പം അവിടുത്തെ ആളുകൾ പറഞ്ഞു, തിരുമേനി ഇത് നോക്കിയൊന്നും പറയണ്ട, കാരണം തിരുമേനിയുടെ സ്വതസിദ്ധമായ ആ ഭാവനയിലേക്ക് സപ്താഹത്തിനെ കൊണ്ടുപോയാൽ മതി എന്നൊക്കെ പറഞ്ഞ ചരിത്രമുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, നമ്മൾ ഇന്നും ശ്രീധരീയത്തെ ആസ്പദമാക്കി ഇത് നടത്തണം എന്നൊക്കെ അദ്ദേഹം അഭിപ്രായപ്പെടുമായിരുന്നു. ഭാഗവതത്തിന് 3
സാമ്പ്രദായിക വ്യാഖ്യാനങ്ങളാണ്. എഴുതി വെച്ചോ, പറ്റുമെങ്കിൽ വാങ്ങി വായിക്കുകയും ചെയ്യണം. സംസ്കൃതത്തിലാണ്, എന്നാലും നമ്മൾ അറിയേണ്ടതാണ്. ഭാഗവതത്തിന് ആദ്യത്തെ സാമ്പ്രദായിക വ്യാഖ്യാനത്തിന്റെ പേര് ശ്രീധരാചാര്യ സ്വാമികളാൽ വിരചിതമായിട്ടുള്ള ശ്രീധരീയം എന്നാണ് പേര്. രണ്ടാമത്തെ വ്യാഖ്യാനം രുദ്രപ്രയാഗയിൽ ജീവിച്ചിരുന്ന വല്ലഭ സമ്പ്രദായത്തിൽ ഉണ്ടായിരുന്ന വല്ലഭാചാര്യ സ്വാമികളുടെ സുബോധിനി എന്ന് പറയുന്ന വ്യാഖ്യാനമാണ്. സുബോധിനി. ആദ്യത്തെ ശ്രീധരിയാണ്, രണ്ടാമത്തെ സുബോധിനി. മൂന്നാമത്തെ വ്യാഖ്യാനം മലയാള പാഠാണ്. അതേതാത്? ചെറുമുക്ക് അത്യാശ്രമി എന്നറിയപ്പെടുന്ന രാഘവാനന്ദ മുനി. ആശ്രമങ്ങളെ, സന്യാസാശ്രമത്തൊക്കെ അതിക്രമിച്ചു പോയ ആളാണ് അത്യാശ്രമി. ഗുരുവായൂരമ്പലത്തിൽ അദ്ദേഹം അവസാന കാലത്ത് ഉണ്ടായിരുന്നു എന്നാണ്. ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിന്റെ കൂടെ അങ്ങോട്ട് പോയി. പ്രാരബ്ധം രോഗമായിട്ട് വന്നു, ശരീരത്തിൽ ആകപ്പാടെ വ്രണങ്ങളൊക്കെ വന്നിട്ട് മമ്മിയൂര് ക്ഷേത്രത്തില് ഗുരുവായൂരപ്പൻ അദ്ദേഹത്തെ കൊണ്ട് കിടത്തിയെന്നാണ്. വില്വമംഗലം നോക്കിയ സമയത്ത് കണ്ടില്ല അദ്ദേഹത്തെ. അപ്പോ ഗുരുവായൂരപ്പൻ അങ്ങനെ ആ ശരീരത്തെ തഴുകി തലോടുമ്പം അരളിമരത്തിന്റെ മുകളിൽ നിന്ന് കൂർത്ത അരളിയുടെ പുഷ്പങ്ങൾ താഴേക്ക് അത്യാശ്രമിയുടെ മുറിവിലേക്ക് വീഴുമ്പം അത്യാശ്രമിക്ക് വേദനിക്കുമെന്ന് ഭയന്ന കണ്ണൻ അരളിയോട് പറഞ്ഞു എന്നാണ്, നേരെ വീഴണ്ട, ഒരു ഭാഗത്തേക്ക് വീണോളൂ എന്ന്. അതാണ് ഗുരുവായൂരപ്പൻ. തന്റെ ഭക്തന്റെ ശരീരത്തിൽ ഒരു പുഷ്പം കൊണ്ടാൽ വേദനിക്കെങ്കിൽ ഇന്നും ആ മമ്മിയൂരുള്ള അരളി നോക്കിയാൽ കാണാം, നേരെ താഴേക്ക് അരളിപ്പൂക്കൾ വീഴില്ല. അതന്ന് ഗുരുവായൂരപ്പൻ അങ്ങനെ ആക്കിയെന്നാ പറയുക. അതാണ് അത്യാശ്രമിയുടെ ജീവിതം. വലിയ കഥയാണ്, കേരളം പഠിക്കാതെ പോയ കഥയാണ് അത്യാശ്രമിയുടെ കഥയൊക്കെ. ശിവപുരി ബാബയെ കുറിച്ച് നമ്മൾ പഠിക്കണില്ല. അവധൂതന്മാരുടെ മഹാകുലപുരമായിട്ടുള്ള അരബിന്ദോയ്ക്ക് പോലും, വളരെ ഗംഭീരാശയനായിട്ടുള്ള അരബിന്ദോയ്ക്ക് പോലും പ്രാണായാമം നിർദ്ദേശിച്ച മഹാനായ ശിവപുരി ബാബ രാമകൃഷ്ണ പരമഹംസർക്ക് സബീജ സമാധി പറഞ്ഞു കൊടുത്ത ആളാണ്. അദ്ദേഹത്തെയൊക്കെ നമ്മൾ സത്യത്തിൽ മറന്നു പോയിരിക്കുകയാണ്. ഇവിടെ ഈ പശ്ചിമഘട്ടത്തിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു കുറെ കാലം. ഒരുവന്നൂർ മനയിൽ ജനിച്ച ജയന്തൻ നമ്പൂതിരി പിന്നീട് ശൃംഗേരി മഠത്തിൽ ചെന്നിട്ട് സന്യസിച്ചിട്ടാണ് ശിവപുരി ബാബയാവണത്. അദ്ദേഹം നേപ്പാളിലെ പശുപതിനാഥ ക്ഷേത്രത്തിന്റെ പുറകിലുള്ള ശിവപുരിയിൽ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ശിവപുരി ബാബ എന്ന് പിന്നീട് ആളുകൾ വിളിക്കാൻ തുടങ്ങിയത്. അപ്പോ ചെറുമുക്ക് അത്യാശ്രമിയുടെ, അതുപോലെ തന്നെ രാഘവാനന്ദ മുനിയുടെ ഗ്രന്ഥത്തിന്റെ പേരാണ് കൃഷ്ണപതി. അത് വളരെ പ്രധാനമായ ഭാഗവത വ്യാഖ്യാനാണ്. തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജുകാർ പണ്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. ഇപ്പൊ അത് കിട്ടാനില്ലാത്ത അവസ്ഥയിലാണ്. ഏകാദശ സ്കന്ധമോ മറ്റോ ചിദാനന്ദ സരസ്വതി സ്വാമികള് കൃഷ്ണപതി വ്യാഖ്യാനം ഗുരുവായൂർ ദിവസത്തിൽ കുറെ കാലം മുമ്പ് പ്രസിദ്ധീകരിച്ചിരുന്നു. കിട്ടെങ്കിൽ വാങ്ങി നോക്കണത് നല്ലതാണ്. അപ്പൊ 3 വ്യാഖ്യാനങ്ങൾ, ഒന്ന് ശ്രീധരീയം, രണ്ടാമത്തത് സുബോധിനി, മൂന്നാമത്തത് കൃഷ്ണപതി. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കുന്ന സമയത്താണ് മനസ്സിലാവുക എന്തിനാ ധീമഹി എന്നുള്ള ശബ്ദം പ്രയോഗിച്ചു വെച്ചതെന്നുണ്ടെങ്കിൽ ശ്രീധരാചാര്യ സ്വാമികൾ പറയുന്നുണ്ട്. ധീമഹി എന്നുള്ള ശബ്ദം നമ്മൾ വേറെ എവിടെയോ കേട്ടിട്ടുണ്ട്, ഭാഗവതത്തിലല്ലാണ്ട്. അതെവിടെയാ? ആ ഗായത്രി മന്ത്രത്തിൽ കേട്ടിട്ടുണ്ട് അല്ലെ, ഭരിഗോ ദേവസ്യ ധീമഹി. അപ്പൊ എന്തിനാ അത് അവിടെ കൊടുത്തെന്ന് ചോദിച്ചാൽ വേറൊന്നിനു വേണ്ടിയിട്ടല്ല, ഗായത്രി ഉപാഖ്യാനം ഇതി തത്വം. ഗായത്രിയുടെ സ്വഭാവം കാണിക്കാൻ വേണ്ടിയിട്ട് ആ പദം അവിടെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഭാഗവതത്തില് ആദ്യത്തെ സ്കന്ധങ്ങളിലൊക്കെ അത് കാണാം. പുരുഷ സൂക്തത്തിന്റെ ക്രക്സ് ആണ് വിരാട് പ്രണവോപാസന എന്ന് പറയുന്നത്. നാസദീയ സൂക്തം, വേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂക്താണ് നാസൽ സൂക്തം. നാസദാസി നോസദാസി തദാന്യം നാസിദ്രജോ നോ വ്യോമാപരോയത് കിമാവരീഹ കുഹകസ്യ ശർമ്മനം ഭക്തിമാസീത് ഗഹനം ഗഭീരം എന്ന് തുടങ്ങുന്ന നാസൽ സൂക്തത്തിന്റെ സംഗ്രഹമാണ് ചതുശ്ലോകി ഭാഗവതമായിട്ട് വരിക. അപ്പൊ ഭാഗവതത്തിന്റെ ആദ്യത്തെ 4 സ്കന്ധങ്ങൾ ഋഗ്വേദ തത്വങ്ങൾ പ്രതിപാദിക്കുകയാണ്. അപ്പൊ ഭാഗവതത്തിന്റെ ആദ്യത്തെ 4 സ്കന്ധം എന്ത് തന്നെയാണ്? ഋഗ്വേദം തന്നെയാണ്. 5ാമത്തെ സ്കന്ധം യജുർവേദാണ്. യജുർവേദം മുഴുവനും ഗദ്യരൂപത്തിലാണ്. 5 മുതൽ 9 വരെ സ്കന്ധങ്ങൾ നോക്കിയാൽ രുദ്ര ഗീതൊക്കെ അതിലാ വരിക. വേദങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്ന യാജുഷ ദേവതയാണ് രുദ്രൻ. വേറെ ദേവതകളൊന്നും പ്രതിപാദിച്ചിട്ടില്ല ഈ യജുർവേദത്തില്. അപ്പൊ രുദ്രനൊക്കെ വരിക ആ ഭാഗത്താ. അപ്പൊ 5 മുതൽ 9 വരെയുള്ള സ്കന്ധങ്ങൾ യജുർവേദാണ്. 10ാമത്തെ സ്കന്ധം സാമം. സാമം എന്ന് പറയുന്നത് സ്തോഭാക്ഷരങ്ങളുടെ വേദാണ്, ഗീതികാ പ്രാധാന്യമുള്ള വേദാണ്. നമുക്ക് അത്ര എളുപ്പമല്ല ജപിക്കാനായിട്ട്. സാമം ഗീതികകളോട് കൂടിയിട്ടുള്ളതാണ്. ദശമസ്കന്ധത്തിൽ 3 ഗീതങ്ങളുണ്ട് അല്ലേ? ഗോപികാഗീതം, ഭ്രമരഗീതം, യുഗളഗീതം. ഇനിയോ 11, 12 സ്കന്ധങ്ങൾ ഭഗവത് പൂജാവിധികളും കർമ്മകാണ്ഡ സമുച്ചയാണ്. അത് അഥർവവേദാണ്. അഥർവവേദം കൊള്ളാത്ത വേദമൊന്നുമല്ല. അഥർവത്തിന്റെ സൗഭാഗ്യകാണ്ഡത്തിൽ നിന്നാണ് ആയുർവേദമൊക്കെ ഉൽപ്പന്നമായത്. ക്രിയാപദ്ധതികളൊക്കെ ഏകാദശത്തിലൊക്കെ പറയുന്നുണ്ട്. അതിന്റെ കാരണം അഥർവവേദത്തിന്റെ ഛായ കാണിക്കാനാണ്. അതുകൊണ്ടാണ് അവസാനം പറഞ്ഞു വെച്ചത് എന്ത്?
സർവവേദാന്ത സാരം ഹി ശ്രീഭാഗവതമിഷ്യത്തെ. അല്ലാതെ വെറുതെ അവർ പറയല്ല. ഭാഗവതം വേദാണെന്നൊക്കെ വെറുതെ പറയല്ല. നിഗമകൽപ്പ തരൂർഗളിതം ഫലം എന്നൊക്കെ ആലങ്കാരികമായിട്ട് പറഞ്ഞതല്ല. അതില് ഏറ്റവും സുപ്രധാനമായ വേദാന്ത പ്രകരണമാണ് കപിലന്റെ കഥയും കപിലോപദേശവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്, എപ്രകാരത്തിലാണ് എന്നുള്ളത് വളരെ പ്രധാനമായ ധർമ്മദീക്ഷ തന്നെയാണ്. നോക്കൂ, തൃതീയ സ്കന്ധത്തിന്റെ സ്വഭാവം തന്നെ ഭൂതമാത്രേന്ദ്രിയധ്യാം ജന്മസർഗ ഉദാഹൃത. അതായത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി എന്താണ് എന്ന് പറയുകയാണ്, സൃഷ്ടിക്രമം പറയുകയാണ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടി എങ്ങനെയാണ് എന്ന് പറയുകയാണ്. മാത്രമല്ല ബ്രഹ്മദേവനൊരു സ്വഭാവമുണ്ട്. ബ്രഹ്മാവ് സൃഷ്ടിച്ചിരിക്കുന്ന ഏതൊരാളോടും അദ്ദേഹം പറയണ എന്താ, സൃഷ്ടി നടത്തിക്കോളൂ എന്നാ പറയാം. എല്ലാവരും ഒന്നത് കേട്ടൊന്നുമില്ല, കേട്ടോ ഇല്ല, എല്ലാവരും കേട്ടിട്ടില്ല. ചിലർ സനകാദികളോട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ സൃഷ്ടിക്കാൻ പൊക്കോളൂ, അവര് പറഞ്ഞു പറ്റില്ല. അവർ പ്രചേതസ്സുകളോട് പറഞ്ഞു എന്നാ അവര് പറഞ്ഞു എന്നാ അങ്ങനെ ആവാന്ന് പറഞ്ഞു. ഇവിടെ കർദമ പ്രജാപതിയോട് ബ്രഹ്മാവ് പറഞ്ഞതും അതന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ബ്രഹ്മാവിന്റെ നിഴലിൽ നിന്നുണ്ടായ ആളാണ് കർദമൻ എന്നാ പറയാ. നിഴൽ എന്ന് പറഞ്ഞാൽ ഓറ. ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ എന്താ, ഭാഗവതത്തിൽ നമ്മൾ കഥാപാത്രങ്ങളെ എങ്ങനെയാ സംസ്കരിക്കേണ്ടത് എന്നുള്ളത് മറക്കരുത്. ബ്രഹ്മാവ് സൃഷ്ടികർത്താവ് എന്നല്ലേ പറഞ്ഞത്, അല്ലേ? അപ്പൊ ബ്രഹ്മാവ് എന്ന് പറഞ്ഞ ഒരാള് മുകളിൽ ഇരുന്നിട്ട് കുറെ ആളുകൾ അങ്ങനെ സൃഷ്ടിച്ചു വിടുകയാണോ? അങ്ങനെയാണോ? രാവിലെ ആകുമ്പോ പാറക്കുട്ടി താഴേക്ക് പോട്ടെ, ഗോപാൽ നായർ താഴേക്ക് പോട്ടെ, അങ്ങനെയാണോ? അല്ല. അപ്പൊ ബ്രഹ്മാവ് ആരാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഇരിക്കുന്ന സമയത്ത് അകത്തിരിക്കുന്ന ഭഗവാനെ കാണുന്നില്ലേ? ഉറങ്ങിയോ? കാണുന്നുണ്ട് അല്ലേ? ഇവിടെ നടക്കണ കാര്യമൊക്കെ കാണുന്നില്ലേ? ഉണ്ട്. ആരാ നമ്മളെ ഇതൊക്കെ കാണിച്ചു തരണത്? നമ്മുടെ ശരീരത്തിൽ ഏത് അവയവാ? കണ്ണാണ്. കണ്ണ് മാത്രം വിചാരിച്ചാൽ കാണാൻ പറ്റുമോ? ഇല്ല. പിന്നെ ആരും കൂടെ വിചാരിക്കണം, ഉണർന്നിരിക്കുന്ന മനസ്സ്, അല്ലേ? ഹരിനാമകീർത്തനം എന്ന് പറഞ്ഞൊരു പഴയ ഗ്രന്ഥം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ എല്ലാവരും വലിയ വലിയ നാരായണീയം, അല്ലെ, ഷോഡശാക്ഷരി മന്ത്രമൊക്കെ ആയി. പാവ ഹരിനാമകീർത്തനം ഒരു വഴിക്കായി. ഹരിനാമകീർത്തനം മലയാളത്തിലെ വേദാണ് കേട്ടോ, മലയാള മാമറ. അതിനകത്ത് പറയുന്നുണ്ടല്ലോ, അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണ്, കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണ്, അതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തുഹരി നാരായണായ നമഃ. മനോഹരായിട്ട് അവര് പറഞ്ഞത്. അതായത് ആലോചിച്ച് നോക്കും, പുറമേ കാണുന്ന, അതായത് സൂര്യചന്ദ്രന്മാരാൽ പ്രകാശിക്കപ്പെടുന്ന ഈ പ്രപഞ്ചത്തിനെ കാണിച്ചു തരുന്ന കണ്ണ് അതേതാണ്? ഈ എക്സ്റ്റേണൽ ഐ ആണ്, പുറമെയുള്ള കണ്ണ്. കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണ്. ആ കണ്ണിനും മനസ്സാകുന്നത് ഏതാണ്? നമ്മുടെ ഉള്ളിലുള്ള കണ്ണാണ്, മനസ്സ്. അതിനും കണ്ണായിരുന്ന പൊരുൾ എന്താണ്? എന്റെ ഞാൻ എന്ന് അവനവന്റെ ഉള്ളില് ആ തേജസ്സായി പ്രകാശിക്കുന്ന ജ്യോതിസാണ് ഈ പ്രപഞ്ചത്തിന്റെ ആധാരശക്തി എന്ന് പറയുകയാണ്. അപ്പോ ആരാണ് പ്രപഞ്ചത്തിന് അധികാരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഉണർന്നിരിക്കുന്ന ഞാനാണ്, അല്ലേ? ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ, സൃഷ്ടികർത്താവ് എന്ന് പറഞ്ഞാൽ എന്തെഴുതി വെക്കണം? ജാഗ്രത അവസ്ഥയിലെ ബോധത്തിന് ഭാഗവതം കൊടുത്തിരിക്കുന്ന പേരാണെന്ത്? ബ്രഹ്മാവ്. ഉണർന്നിരിക്കുന്ന സമയത്ത് മാത്രമേ ഞാനുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാനുണ്ടോ? ഇല്ല. അപ്പൊ ബ്രഹ്മാവിന്റെ നിഴലിൽ നിന്ന് ആരുണ്ടായി? കർദമ പ്രജാപതി ഉണ്ടായിരുന്നാണ്. ദമശീലമുള്ള ആളെ പറയുന്ന പേരാണെന്ത്? കർദമൻ എന്ന് പറഞ്ഞാൽ ദമശീലുള്ള ആളെന്നാണ്. അന്തരേന്ദ്രിയ നിഗ്രഹമുള്ള ആളാണ് കർദമൻ എന്ന് പറഞ്ഞാൽ. ദമശീലുള്ള ആളാണ്. ആ കർദമ പ്രജാപതിക്ക് തപസ് ചെയ്യാൻ തന്നെയാ താല്പര്യം ഉണ്ടായിരുന്നത്. പക്ഷേ അച്ഛനായിട്ടുള്ള ബ്രഹ്മാവിന് എന്താ താല്പര്യം? കുട്ടികളെ കല്യാണം കഴിപ്പിക്കാനല്ല എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. അപ്പൊ അതുപോലെ ആ മഹാവിഷ്ണു ഒരു സൂത്രം ഒപ്പിച്ചു. ഗുരുവായൂരപ്പൻ എന്താ ചെയ്തത്? പ്രത്യക്ഷപ്പെട്ടിട്ട് അങ്ങടൊരു വരം ആവശ്യപ്പെട്ടു എന്നാണ്. ഞാൻ അങ്ങയുടെ മകനായി പിറന്നോട്ടെ എന്ന് മഹാവിഷ്ണു ഭഗവാൻ ചോദിച്ചു എന്നാണ്. അഹോ ഭാഗ്യം. അങ്ങനെ കർദമ പ്രജാപതിയെ ആര് വിവാഹം കഴിക്കുകയാണ്? രണ്ടാളും കൂടെ. നോക്കൂ, ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ ആലോചിച്ചൊരു വിവാഹം തന്നെയാണിത്. അതെന്താ അർത്ഥം എന്ന് നമുക്ക് പിന്നീട് നോക്കാം. അങ്ങനെ ദേവഹൂതി എന്ന് പേരായിരിക്കുന്ന ആ അമ്മ ആ കർദമ പ്രജാപതിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ആഹൂതി ചെയ്യപ്പെടാൻ താല്പര്യമുള്ള അമ്മ ആയതുകൊണ്ടാണ് ആ അമ്മയ്ക്ക് ദേവൻ ആഹൂതി ചെയ്യപ്പെടേണ്ടവൾ, ആഹൂതി ചെയ്യപ്പെട്ടവൾ, ആഹൂതി ചെയ്യാൻ ആ ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചവളായതുകൊണ്ടാണ് ആ അമ്മയ്ക്ക് ദേവഹൂതി എന്ന പേര്. അങ്ങനെ
കർദമ പ്രജാപതിയും ദേവഹൂതിയും തമ്മിലുള്ള വിവാഹമൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞു. പക്ഷേ ആ വിവാഹാനന്തരവും അവര് ലൗകികമായിരിക്കുന്ന ധർമ്മങ്ങളിലേക്കൊന്നും പോയില്ല. പ്രൗഢഗംഭീരമായ തപസ്സാണ് ഭാര്യാഭർത്താക്കന്മാർ അവിടെ അനുഷ്ഠിച്ചത് എന്ന് പറയുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാല് വൈവാഹിക ധർമ്മം എന്ന് പറയുന്നത് എന്താണ് എന്ന് കാണിക്കുന്നുണ്ട്. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഉണ്ടാവേണ്ടതാണ് പ്രപഞ്ച സൃഷ്ടി. കർദമനും ദേവഹൂതിയും അങ്ങനെയാണ് ജീവിച്ചത്. തപസ്സില്ലാത്ത ഗാർഹസ്ഥ്യം തട്ടിപ്പടഞ്ഞ് നശിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഗാർഹസ്ഥ്യ ധർമ്മം എന്ന് പറയുന്നതിന് ധർമ്മമില്ലാത്ത അവസ്ഥ. എന്താ ഇപ്പൊ ധർമ്മം എന്ന് പറഞ്ഞാൽ? മഹാഭാരതത് പറയുന്നുണ്ട് അല്ലേ? ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ എന്താ പറയുക? നമ്മള് ഒരാൾ ചോദിക്കുക എന്താ ധർമ്മം എന്ന് ചോദിച്ചാൽ എന്താ പറയുക? മഹാത്മാക്കൾ വരെ കുഴങ്ങുന്ന ചോദ്യം എന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ധർമ്മം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇനി ഒരിക്കലും മറക്കാൻ പാടില്ല. ഈ സത്രം കഴിയുമ്പം ധർമ്മം എന്താണെന്ന് ഓർത്തിരിക്കണം. എന്താ ധർമ്മം എന്ന് പറഞ്ഞാൽ? മഹാഭാരതം നോക്കിയാൽ മനസ്സിലാവുന്നത് എന്താണ്? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട സമയത്ത് ചെയ്യലാണ് ധർമ്മം. എന്താണ്? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നതാണ് ധർമ്മം. അങ്ങനെയാണോ നമ്മൾ ചെയ്യണതെന്ന് പതുക്കെ ഇപ്പം ആലോചിക്കണ്ട. പിന്നെ പതുക്കെ വീട്ടിലൊക്കെ ചെന്ന് സമാധാനമായിട്ടൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇവിടെ ദേവഹൂതിയാവുന്ന അമ്മയും ഈ പറയുന്ന കർദമനായിരിക്കുന്ന ആ സാക്ഷാൽ ഈശ്വര സ്വരൂപന്റെ ആ അപാര മഹിമ പേറുന്ന മഹത്തായിട്ടുള്ള സ്വരൂപം അവർ രണ്ടാളും കൂടെ ചെയ്ത എന്താണ്? ലോകത്തിന് ധർമ്മത്തെ കാണിച്ചു കൊടുത്തു. വെറുതെ വൈകൃതങ്ങളിൽ നിന്നല്ല ഒരു പ്രജാസൃഷ്ടി ഉണ്ടാവേണ്ടത്, തപസ്സിന്റെ മഹത്വം കാണിക്കുകയാണ്. ആ അമ്മയാണെങ്കിലോ അപാരമായ തപസ്വിനിയാണ് ആ അമ്മ. ഗുരുവായൂരപ്പനില് എങ്ങനെയാണോ കർദമൻ തന്റെ ജീവിതത്തെ സമർപ്പിച്ചത്, അതിലേറെ ആ കർദമ പ്രജാപതിയുടെ പാതാരവിന്ദങ്ങളില് തന്റെ ജീവിതം സമർപ്പിച്ച ഒരു അമ്മയാണ്. ഭാഗവതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിട്ടുണ്ടോ? കുറെ അമ്മമാർ ഇങ്ങനെ കടന്നു വരികയാണ്. ആദ്യത്തെ ദിവസം കുന്തി മാതാവാകുന്ന അമ്മ അല്ലേ, കണ്ടില്ലേ? നമസ്തേ പുരുഷം ദ്വാദ്യമീശ്വരം പ്രകൃതേപരം എന്ന് കുന്തി മാത്രമേ പറഞ്ഞുള്ളൂ. ദ്വാദ്യമീശ്വരം, അവിടുന്നല്ലാതെ മറ്റൊരാശ്രയം ഇല്ല എന്ന് ഉറപ്പിക്കുകയാണ്. ഈ അമ്മയും അങ്ങനെ തന്നെയാണ്. കപിലന് ജന്മം കൊടുക്കാൻ പറ്റിയ അമ്മ എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരിയായ അമ്മ ആയിരുന്നില്ല. നമുക്ക് ഈ ലയം, അതായത് ഈ ഉറപ്പ് ഗുരുവായൂരപ്പന് നമുക്ക് ഉണ്ടാവണം. ആ അമ്മയ്ക്ക് തൻ്റെ ഭർത്താവിലുണ്ടായിരുന്ന അസാധാരണമായ ഒരു ലയം, അല്ലെങ്കിൽ അസാധാരണമായ ഗാംഭീര്യമാർന്ന ഒരു ആത്മനിവേദനത്തിന്റെ ശക്തി കപിലന് ജന്മം കൊടുക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അത് നമ്മൾ മറക്കാൻ പാടില്ല. ശരിക്കും ഇവിടെ ആ വിഷയം, ആ അമ്മയാണ് ആ വിഷയത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. കപിലാവതാരം എന്ന് പറയുന്ന വിഷയത്തെക്കാൾ പ്രാധാന്യത്തോടു കൂടി വിഷയത്തിന്റെ ടൈറ്റിൽ ഈ നോട്ടീസിൽ നോക്കിക്കഴിഞ്ഞാൽ ദേവഹൂതിക്ക് എന്തുകൊണ്ട് കൊടുത്തു എന്നൊരു ചോദ്യം വരാം. കാരണം ആ ദേവഹൂതി ഇല്ലെങ്കിൽ കപിലനില്ല. ആ അമ്മയിലൂടെ വന്ന തപസ് തന്നെയാണ്. കാരണം ഒരമ്മ ആർജിക്കുന്ന തപസ് അത് എളുപ്പമല്ല. ആ അമ്മയുടെ ഹൃദയത്തിൽ അങ്കുരിക്കുന്ന ഭക്തി, ഉറപ്പ്. പക്ഷെ നമുക്ക് ആ ഉറപ്പില്ല. പരിപൂർണമായി നമ്മുടെ ഉള്ളിലുള്ള ഈഗോ കത്തിത്തീരാതെ നിഷ്കളങ്കമായിട്ട് ഗുരുവായൂരപ്പനോട് നമുക്ക് പെരുമാറാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. നിഷ്കളങ്കമായിട്ട്, യാതൊരു കളങ്കവും ഇല്ലാണ്ട് ഗുരുവായൂരപ്പനോട് നമ്മുടെ എല്ലാ വിധത്തിലുള്ള വികാരങ്ങളും നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? പറ്റണില്ല. നമ്മൾ ദേഷ്യം വന്നാൽ ചിരിക്കും അല്ലെ? ചിരിക്കാൻ വന്നാൽ കരയും. അവനവന്റെ ഉള്ളിലുള്ള സ്വഭാവം എന്താന്നുള്ളത് മറച്ചു വെച്ച് പെരുമാറും. നമ്മൾ ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടാറുണ്ടോ? പിണക്കം വന്നാൽ പിണങ്ങാറുണ്ടോ? ഒന്നുമില്ല. അങ്ങനെയുള്ള അമ്മമാർ ഈ ലോകത്തുണ്ടായിരുന്നു. ഗുരുവായൂരപ്പനെ വെല്ലുവിളിച്ചവരുണ്ടായിരുന്നു. ഗുരുവായൂരപ്പനോട് ഏറ്റുമുട്ടിയ അമ്മ, ആ ഏറ്റുമുട്ടല് ഗുരുവായൂരപ്പൻ തളർന്ന ചരിത്രങ്ങളുണ്ട്. മള്ളിയൂര് അമ്മ അങ്ങനത്തെ ഒരു മള്ളിയൂർ തിരുമേനിയെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ മള്ളിയൂരില്ലത്ത് ആ തിരുമേനിയുടെ നിഴലായിട്ടുണ്ടായിരുന്ന ഒരു അമ്മ ഉണ്ടായിരുന്നു, സുഭദ്ര അന്തർജനം എന്ന പേര്. അപ്പൊ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ തിരുമേനിയുടെ അടുത്ത് ഇങ്ങനെ ഇല്ലത്തൊക്കെ പോണ സമയത്ത് ആ അമ്മയെ ധാരാളം കാണാൻ സാധ്യമായിട്ടുണ്ട്. ആ അമ്മയുടെ വായിൽ നിന്ന് വരുന്ന ഒരക്ഷരം പോലും സത്യത്തില് ശാന്തതയുടെ കടലുകളായിരുന്നു. ഒരിക്കൽ പോലും ആരോടും ദേഷ്യപ്പെട്ടിട്ടില്ലാത്ത ആ അമ്മ, മള്ളിയൂരിന്റെ നിഴലായിട്ട് നടന്നിരുന്ന ആ അമ്മ ഈ ഗുരുവായൂരപ്പനെ ഒരു തവണ വെല്ലുവിളിക്കുന്നുണ്ട്.
പൊതുവെ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ മള്ളിയൂർ തിരുമേനി ശരിക്കും അതിപ്രസിദ്ധനായി മാറിയ ഒരു കാലം, അതായത് അദ്ദേഹത്തിന്റെ ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭാഗവത രംഗത്തെ അവസാനത്തെ വാക്കായിട്ട് മാറി അദ്ദേഹം വളരെ പ്രൗഢഗംഭീരനായിട്ട് മാറിയൊരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലത്ത് ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഈ മള്ളിയൂർ തിരുമേനിയും സുഭദ്രാമ്മയും പരമേശ്വരേട്ടനും ദിവാകരേട്ടനും കുട്ടികളായിരിക്കുന്ന അവരും ഈ പറയുന്ന പരിവാരങ്ങളൊക്കെ ആയിട്ട് ഒന്ന് തൊഴാൻ പോയി. അപ്പൊ തിരുമേനി ശുപാർശക്കാരനൊന്നും അല്ലാഞ്ഞത് കൊണ്ട് അദ്ദേഹം ആരുടെയും ശുപാർശക്കൊന്നും പോയില്ല. ക്യൂവിൽ നിന്ന് തൊഴാൻ തീരുമാനിച്ചു. അങ്ങനെ ക്യൂവിൽ നിന്ന് ഇങ്ങനെ തൊഴാനായിട്ട് പരിശ്രമിച്ചപ്പം ദേവസ്വംകാര് കണ്ട് അങ്ങനെ വന്നിട്ട് തിരുമേനി ഇവിടെയാണോ നിൽക്കണേ, ഇതെന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചോണ്ട് പോയി. അപ്പൊ മള്ളിയൂർ തിരുമേനിയാണെന്ന് അറിഞ്ഞപ്പം ഭക്തജനങ്ങൾക്കൊക്കെ ആവേശമായി. ഗുരുവായൂർ തൊഴാൻ വന്നവരൊക്കെ ഒരു പരിവാരങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ പിന്നാലെ അങ്ങോട്ട് കൂടി. അവരൊക്കെ കൂടെ തിരുമേനിനെ കൊണ്ട് ഈ ബഹളത്തിനിടയിൽ ഈ അമ്മയും കുട്ടികളൊക്കെ അവിടെ ഒക്കെ ചെതറിപ്പോയി. അവരെങ്ങനെയൊക്കെയോ പാവങ്ങള് ആ ക്യൂവില് അവിടെയൊക്കെ പോയി നിന്ന് എങ്ങനെയൊക്കെയോ അവര് തൊഴാനൊക്കെ നോക്കി. പക്ഷെ തിരുമേനിയുടെ ആ പ്രാഗൽഭ്യത്തിന്റെ ആ ആളിക്കത്തലില് ഗുരുവായൂരൊന്ന് ഇളകി അദ്ദേഹത്തെ നേരെ കൊണ്ടുപോയിട്ട് അവിടെ അമ്പലത്തിന്റെ നടയിലൊക്കെ കൊണ്ടങ്ങോട്ട് നിർത്തി. ശ്രീകോവിലിന്റെ മുമ്പിൽ തന്നെ അങ്ങോട്ട് കൊണ്ട് വെച്ചു. അപ്പൊ കുറേ നേരം അദ്ദേഹം അവിടെ നിന്നങ്ങോട്ട് തൊഴുതു. വളരെ സന്തോഷമായിട്ട് അദ്ദേഹത്തിന് ഇപ്പൊ തൊഴുതാലും തൊഴുതില്ലെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അദ്ദേഹം അവിടെ നിന്ന് കുറേ നേരം. ഇതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചിറങ്ങി എല്ലാവരും കൂടെ പരിവാരങ്ങളായിട്ട് വരുന്ന സമയത്ത് സുഭദ്രാമ്മ ഒരു തൂണിന്റെ ചോട്ടിലിരിക്കുക ഏകാഗ്നിയായിട്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും കൂടെ പതുക്കെ അവിടുന്ന് പുറപ്പെട്ടു. വണ്ടിയിൽ കയറി ഈ അമ്മ ഒന്നും മിണ്ടിയില്ല, തിരുമേനോട് ഒന്നും മിണ്ടിയില്ല. അങ്ങനെ വീട്ടിലെത്തി, ഇല്ലത്തെത്തിയിട്ടും അന്നും ഒന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴും ഒരക്ഷരം പോലും മിണ്ടിയില്ല. വൈകുന്നേരമൊക്കെ കഴിഞ്ഞപ്പോ തിരുമേനി ചോദിച്ചു, അല്ല ഈ ഗുരുവായൂരപ്പനെയൊക്കെ തൊഴുതിട്ടേ എന്താ ഒരു സന്തോഷമില്ലാത്തത് എന്ന് ചോദിച്ചു. അപ്പൊ അതുവരെ ആ ഇല്ലത്ത് ശബ്ദം ഉയർന്നു കേട്ടിട്ടില്ലാത്ത സുഭദ്രാമ്മ പറഞ്ഞു, നിങ്ങളൊക്കെ എല്ലാവരും വലിയ വലിയ ആളുകളായില്ലേ, നിങ്ങളൊക്കെ ആനയും അമ്പാരിയൊക്കെ ആയിട്ട് തൊഴിയിക്കാനൊക്കെ ആളുണ്ടായല്ലോ. ഞങ്ങള് പാവങ്ങള്, ഞങ്ങള് പ്രൗഢിയും പത്രാസൊന്നും ഇല്ലാത്ത ആളുകൾ ഉന്തിലും തള്ളിലൊക്കെ പെട്ട് അവിടെയൊക്കെ ചെതറിപ്പോയി. ഗുരുവായൂരപ്പനെ കാണാൻ ആദ്യമായിട്ട് പോയതാ അമ്മ, അതിനു മുമ്പോ പിമ്പോ പോയിട്ടില്ല, കാണാൻ പറ്റിയില്ല, ഗുരുവായൂരപ്പനെ കണ്ടില്ല. നിങ്ങൾ തൊഴുതോളൂ, ധാരാളം തൊഴുതില്ലേ, സന്തോഷായില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ തിരുമേനിക്ക് വിഷമായി. തിരുമേനി പറഞ്ഞു, അതിന് ഞാൻ അറിഞ്ഞില്ലല്ലോ ഇതൊന്നും, ഞാൻ അവിടെ പെട്ടുപോയതല്ലേ, അതുകൊണ്ട് അടുത്ത തവണ നമുക്ക് പോകുമ്പം വിസ്തരിച്ച് തൊഴാനുള്ള ഏർപ്പാട് ഉണ്ടാക്കാം എന്ന് പറഞ്ഞപ്പം ആ അമ്മ പറഞ്ഞു, ഇനി ഞാൻ ഗുരുവായൂരപ്പനെ കാണാൻ വരില്ല എന്ന് പറഞ്ഞു. ഇനി ജീവിതത്തിൽ ഞാൻ ഗുരുവായൂരപ്പനെ കാണാൻ പോവില്ല. ഗുരുവായൂരപ്പന് വേണമെങ്കിൽ എന്നെ എങ്ങോട്ട് വന്ന് കണ്ടോട്ടെ എന്ന് ആ അമ്മ പറഞ്ഞു. തിരുമേനി ഒരു അക്ഷരം മിണ്ടിയില്ല. പിന്നെ ആ അമ്മ ഗുരുവായൂർ പോയില്ല. ഗുരുവായൂരപ്പനെ കാണാൻ പോയില്ല. കുറച്ച് നാളുകൾ കഴിഞ്ഞു പോയി. കുറെ നാളുകൾ കഴിഞ്ഞപ്പം ശതകൃത സപ്താഹം നടത്താൻ ആരൊക്കെയോ കൂടി തീരുമാനിക്കണു. ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ള ആളുകളൊക്കെ കൂടെ അതിൽ സംഘാടകരാവുന്നു. അവസാനം മള്ളിയൂരില്ലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഗുരുവായൂരമ്പലത്തിന്റെ അകത്ത് നിന്ന് ചാർത്തിയ മാലയും ഗുരുവായൂരപ്പന്റെ കളഭവും ഗുരുവായൂരപ്പന്റെ സകല ഉടയാടകളും ആടയാഭരണങ്ങളും ചൈതന്യവും ദീപവുമായി ആ ശതകൃത സപ്താഹത്തിന്റെ സമയത്ത് ഗുരുവായൂരമ്പലത്തിനകത്തുന്ന ആ രഥത്തിൽ ഗുരുവായൂരപ്പൻ അങ്ങോട്ട് പുറപ്പെട്ടു. ആ മള്ളിയൂരില്ലത്തിന്റെ വാതിക്കലേക്ക് വന്നപ്പം കുട്ടും ആർപ്പും കുരവയുമായിട്ട് ഗുരുവായൂരപ്പൻ വരികയാണ്. ആ അമ്മയെ കാണാൻ ഗുരുവായൂർ ശ്രീലകത്തിനകത്തുനിന്ന് ഗുരുവായൂരപ്പൻ ഇറങ്ങി എഴുന്നള്ളി മള്ളിയൂർ ഇല്ലത്തിന്റെ വാതിക്കൽ വരേണ്ടി വന്നു എന്നുള്ളതാണ്. ആ അമ്മ അങ്ങോട്ട് ചെന്നു, നിവർന്ന് അങ്ങോട്ട് നിന്നു, പൊട്ടി അങ്ങോട്ട് കരഞ്ഞു, ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ അങ്ങോട്ട് നമസ്കരിച്ചു, തൊഴുതു. സന്തോഷായി.
അത് കഴിഞ്ഞ് ആ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങി. ആരോടൊന്നും മിണ്ടിയില്ല. കഴിഞ്ഞ് പിറ്റേ പ്രഭാതത്തിൽ തിരുമേനിക്ക് പല്ല് തേക്കാൻ ആവശ്യമായ ഒരു പൊടി എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ വരാം, അങ്ങ് നടന്നോളൂ, ഞാൻ പിന്നാലെ ഉണ്ട് പറഞ്ഞു. കുളത്തിൽ ഞങ്ങൾ പോയി. ആ പടവില് ഇരുന്നു. ഈ ലോകം വെടിഞ്ഞു പോയി. ഗുരുവായൂരപ്പനെ കണ്ട് ആ അമ്മ കൃതാർത്ഥയായി തിരിച്ചുപോയി. അതാണ് ഗുരുവായൂരപ്പന്റെ വാത്സല്യം. നമുക്ക് ആ ലയം എന്തുകൊണ്ട് കിട്ടണില്ല എന്ന് ആലോചിക്കണം. നമ്മുടെ ഉള്ളിൽ കത്തി ഇറങ്ങുന്ന ആ ഈഗോ എന്നാണോ അവസാനിക്കുന്നത്, നമ്മുടെ ഉള്ളിലേക്ക് ആ ഗുരുവായൂരപ്പ എന്നുള്ള വിളി വരണില്ല. നമ്മള് വേദാന്തം, നമ്മള് വളരെ വ്യാകരണം, വൈയാകരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. ആ ഭാഗവതവുമായിട്ടുള്ള ലയം സിദ്ധിക്കാത്ത പക്ഷം ഗുരുവായൂരപ്പനെ നമുക്ക് എങ്ങനെയാ കാണാൻ പറ്റുക? ഗുരുവായൂരപ്പൻ ആ ഹൃദയത്തിന്റെ ആ ഭാഷ ഉണ്ടല്ലോ, അതാണ് ഗുരുവായൂരപ്പന് പ്രിയം. ഗുരുവായൂരപ്പനെ കൊടുക്കുന്നത് അങ്ങനെയാണ്. അതാണ് ഭാഗവതത്തിലുടനീളം നമ്മൾ കാണാം. വിതുരപത്നി കൊടുത്ത കുറച്ച് പഴത്തിന്റെ തോലും പേരിയെന്ന ചീരക്കറിയും അവലും ഒക്കെ കഴിച്ച ഗുരുവായൂരപ്പന്റെ വിഷമതാണ്. നിഷ്കളങ്കമായിട്ടുള്ള ഹൃദയം ഭഗവാനെ നേദിക്കുക. അതാണ് അവിടെ ദേവഹൂതിയാകുന്ന അമ്മ ചെയ്തത്. ആ ഭർത്താവാകുന്ന സ്വരൂപം ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന ബോധ്യത്തോടു കൂടി, ഭഗവാൻ തന്നെയാണെന്ന ബോധ്യത്തോടു കൂടി ആ അമ്മ ശുശ്രൂഷിച്ചു. അഗാധമായ ശുശ്രൂഷയാണ് ചെയ്തത്. വർഷങ്ങൾ കടന്നുപോയി, ശരീരം ചടച്ചു, മെല്ലിച്ചു, ഒക്കെ കഴിഞ്ഞു. മരണം വരെ എത്രയോ നിമിഷങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടാവണം ആ അമ്മയുടെ മുന്നിലൂടെ. പക്ഷെ നിർനിമേഷയായി കൊട്ടാരത്തിൽ വസിച്ചവളാണ് അവള്. മനുവിന്റെ പുത്രിയാണ്, നിസ്സാരക്കാരിയല്ല. എക്സ്ട്രീമായിട്ടുള്ള എല്ലാ ആനന്ദവും എല്ലാ സ്വാതന്ത്ര്യവും അനുഭവിച്ചിരിക്കുന്ന ആ അമ്മ അവസാനം ആശ്രമപാഠത്തിൽ ഒരു മുനികുമാരിക്ക് പോലും സാധ്യമല്ലാത്ത അത്രയും യാതനകളും വേദനകളും അനുഭവിച്ചുകൊണ്ട് ആ ഭർത്താവിനെ ശുശ്രൂഷിച്ചു. അദ്ദേഹം കണ്ണു തുറന്നു. കുറെ കാലം കഴിഞ്ഞപ്പം കണ്ടതെന്താ? തനിക്ക് വേണ്ടി ഇരിഞ്ഞു തീരുന്ന ഒരു ചന്ദനത്തിരി പോലെ, ഒരു കർപ്പൂരം പോലെ തൻ്റെ ശരീരത്തിൽ നിന്ന് ഭർത്തൃധർമ്മം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് കണ്ണെടുക്കാതെ തന്നെ ശുശ്രൂഷിച്ച ആ അമ്മയെ കർദമൻ കാണുന്ന ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ ഭാര്യയൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുമോ എന്നുള്ളത് അവനവൻ ആലോചിക്കേണ്ടതാണ്. അത്രയും ആത്മനിവേദിതയായിരുന്നു അവള്. അങ്ങനെ നേരെ ആ ബിന്ദു സരസിൽ ഇറങ്ങിയിട്ട് തൊഴുതിട്ട് വരാൻ പറഞ്ഞു. തൊഴുതു. എന്നിട്ട് അവിടെ പോയി കുളിച്ചു. തിരിച്ചു വന്നപ്പോ നവോഢയായി അവൾ പ്രകാശിച്ചു. ഒരു വിമാനം ഉണ്ടാക്കിയെന്നാണ്. വിമാനം എന്ന് പറഞ്ഞാൽ എന്താ? വിമാനം എന്ന് പറഞ്ഞാൽ വിഗതമായ മാനം, അല്ലാതെ പ്ലെയിനിൽ പോയി എന്നല്ല. വിമാനം എന്ന് പറഞ്ഞാൽ അങ്ങനെയാ, വിഗതമായ മാനം. മറ്റൊരു ഡയമെൻഷനിലേക്ക്, ഒരു കാമക കൊട്ടാരത്തില് അവര് താമസിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ആ അമ്മയ്ക്ക് 9 പെൺകുട്ടികളും ഏക സഹോദരനായിട്ട് അവർക്ക് ജനിച്ച മകന്റെ പേരാണെന്ത്? കപിലവാസുദേവൻ. അങ്ങനെ കപിലാവതാരം ഭാഗവതത്തിൽ പ്രസ്താവിക്കുകയാണ്. ആ 9 സഹോദരിമാർക്ക് ഏക സഹോദരനായിട്ട് കപിലൻ ജനിച്ചു. അപ്പോ അമ്മയ്ക്ക് മനസ്സിലാവണുണ്ട് എന്താണ് തൻ്റെ ഭർത്താവിന്റെ ഇംഗിതം. ഇന്ദ്രിയ വിഷയങ്ങൾക്കൊക്കെ വിരക്തി ഉണ്ടായി. ഗാർഹസ്ഥ്യധർമ്മം അങ്ങനെയാണ്. ഈ കഥയ്ക്കുള്ള മാനം അതാണ്. അനുഷ്ഠിക്കേണ്ടവയെല്ലാം വേണ്ടതുപോലെ അനുഷ്ഠിച്ച് ആശ്രമാണാന്നുള്ള പദ്ധതി പ്രകാരം ഓരോന്നിനെ ത്യജിച്ച് ആ അമ്മ കൃതഹസ്ഥയായി വരികയാണ്. ഇതാണ് ജീവിതം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കട്ട് ഓഫ് ചെയ്യേണ്ടത്? അല്ലാതെ ഈ കഥ വെറുതെ കേട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അത് നമ്മുടെ ഹൃദയത്തെ ദ്രവിപ്പിക്കുന്നല്ലാതെ നമ്മൾ പ്രായോഗികമായിട്ടത് ചിന്തിക്കേണ്ടതുണ്ട്. അതാതു കാലഘട്ടത്തിൽ ചെയ്യേണ്ടത്. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ എന്താ? പഠിക്കാൻ പോകേണ്ട കാലഘട്ടത്തിൽ വൃത്തിയായിട്ട് പഠിക്കുക. പഠിച്ചു കഴിയുമ്പം ഗാർഹസ്ഥ്യധർമ്മം, സ്വന്തം കാലിൽ നിൽക്കണം. അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ സ്വന്തം കാലിൽ നിൽക്കണം. അതിപ്പോ പലപ്പോഴും ഹൈന്ദവ സംസ്കാരത്തിൽ അതും ഇല്ലാത്ത കാലമാണ്. പെൺകുട്ടികളൊക്കെ വയസ്സും പ്രായം ആവണതിന് മുമ്പ് കെട്ടിച്ചു വിടുന്നൊരു സ്വഭാവമുണ്ട്. ജ്യോതിഷവും ജാതകവും ഒക്കെ നോക്കിയിട്ടേ ഇപ്പൊ പല അമ്മമാരും, ഇവിടെ പെരുമ്പാവൂരില്ല, വേറെ ചില സ്ഥലത്തൊക്കെ പല അമ്മമാരും യൂട്യൂബിലാ താമസം തന്നെ. രാവിലെ എഴുന്നേക്കണം തന്നെ ഏതോ ജ്യോതിഷം പറഞ്ഞിട്ടാ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു അമ്മയെ കണ്ടപ്പോ കൈയൊടിഞ്ഞ് നടക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പറ്റിയത്? അപ്പൊ ഒന്നും മിണ്ടണില്ലേ. അപ്പൊ മോൻ പറഞ്ഞു ആ അമ്മ എന്നെ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. അയാളങ്ങ് പോയി. എൻ്റെ സുഹൃത്തിന്റെ അമ്മ. കുറച്ച് കഴിഞ്ഞപ്പോ മോൻ തന്നെ പിന്നെ പറഞ്ഞു ഏതോ ജ്യോതിഷന്റെ വലയിലെ അപ്പൊ അമ്മ. യൂട്യൂബിൽ നിന്നാ രാവിലെ എഴുന്നേറ്റ് വരണത്. അപ്പൊ അതുകൊണ്ട് ഏതോ ഒരു വ്യാഴാഴ്ച ജ്യോതിഷം പറഞ്ഞത്ര ഇന്നെന്തോ പ്രത്യേക വ്യാഴാഴ്ചയാണ്. അതുകൊണ്ട്
ഈ വ്യാഴാഴ്ച രാവിലെ വലത്തുവശം തിരിഞ്ഞ് എഴുന്നേക്കുന്നത് ശുഭാണെന്ന് പറഞ്ഞു. അമ്മ വലത്തുവശം തിരിഞ്ഞ് എഴുന്നേറ്റു. ഇടത്ത് ഭിത്തിയും വലത്ത് ശൂന്യതയായിരുന്നു. പക്ക ശുഭായി, എല്ലാം ശുഭായി. കാരണം എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ അയാള് കേമനായിട്ടുള്ള ആളാ. ആ അമ്മ വീട്ടിൽ അടങ്ങിയിരുന്നപ്പോ മരുവൾക്കൊക്കെ സുഖമായി. കാരണം ഇനിയിപ്പൊ കൈ ഒടിഞ്ഞല്ലോ, ഇനി വേറെ വിഷമമൊന്നുമില്ല. അതുകൊണ്ടായിരിക്കും അയാൾ ഉദ്ദേശിച്ചുണ്ടാവുക. അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ, ഈ ജാതി പൊറാട്ട നാടകങ്ങളൊക്കെ നിർത്തേണ്ട സമയമായി നമ്മൾ കേട്ടോ. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, വളരെ സൂക്ഷ്മമായിട്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെയൊക്കെ ജാതകമൊക്കെ ആവശ്യമില്ലാത്ത കാലത്ത് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് വെറുതെ അവരുടെ വിവാഹങ്ങളൊക്കെ നശിപ്പിച്ച് കളയാതിരിക്കുക, സ്വന്തം കാലിൽ അവരെ നിർത്താൻ പ്രേരിപ്പിക്കുക. ഞങ്ങൾ ആലോചിച്ച് നോക്കുക, കേരളത്തിൽ ഇന്ന് 14 ജില്ലകളുണ്ട്. ആ 14 ജില്ലകളിൽ 11 ജില്ലകളിലെ കളക്ടർ പെൺകുട്ടികളാണ്. എന്നാലും നമ്മുടെ നാട്ടിലെ വിസ്മയമാർക്ക് അന്ത്യം ഉണ്ടാവണില്ല. അതിനർത്ഥം ജ്യോതിഷം തെറ്റാണെന്നോ ജ്യോതിശാസ്ത്രക്കാരെ ഞാൻ അധിക്ഷേപിച്ചോന്നോ ഒന്നും നിങ്ങൾ കൂട്ടണ്ട. ചിലർ വിചാരിക്കും ഇയാൾ നിരീശ്വരവാദിയാണ്. ഞാൻ നിരീശ്വരവാദിയൊന്നുമല്ല. ഓർമ്മ വെച്ച കാലം തൊട്ട് വീട്ടിനകത്ത് ഗണപതി ഹോമം നടത്തുന്ന വീടാണ് എൻ്റെ വീട്. കൊണ്ടിടുന്നൊക്കെ കുണ്ടത്തിനകത്ത് തീ കൂട്ടിക്കൊണ്ടിരുന്നതാണ്. പിന്നെ ഭാര്യ ഗണപതി ഹോമം പഠിച്ചപ്പോൾ ഞാൻ നിർത്തി. എല്ലാ ദിവസവും പുകയിടുന്ന വീടാണ്. അങ്ങനെ ശക്തനായ ഈശ്വര വിശ്വാസിയാണ് നമ്മൾ. പക്ഷെ അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വിഷമമുണ്ട്. അതുകൊണ്ട് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം നമ്മൾ അഷ്വർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ പെൺകുട്ടികളെ സ്വന്തം കാലിൽ നിർത്താനും അവരെ ഡെസിഗ്നേറ്റഡ് ആക്കാനും ഹൈന്ദവ ജനത പരിശ്രമിക്കേണ്ടതുണ്ട്. അത് ആധ്യാത്മികത തന്നെയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ധർമ്മം കൂടിയാണത്. അപ്പൊ ഏതായാലും എന്താ, ഈ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് പോലെ ചെയ്ത് മുന്നോട്ട് പോയ അമ്മ കൂടിയാണ് ഇവിടെ സാക്ഷാൽ ദേവഹൂതിയാകുന്ന അമ്മ. എന്തു വേണം, വയസ്സും പ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറയണം. കുട്ടികളൊക്കെ വിവാഹം ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ പിന്നെ തപസ്സിന്റെ മാർഗത്തിലേക്ക് പോകണം എന്നാണ്. ഭജനീയം സംഭ്രജനീയം വനസമൃദ്ധോ ഇതി വാനപ്രസ്ഥാന്ന് പാണിനി പറയുന്നത് പോലെ. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം, പ്രായമായി കഴിഞ്ഞാല് കുറച്ച് ഇനിയെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിച്ചോളൂ. കുറച്ച് ഒരു 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 രഹസ്യം ഞാൻ പറയാം. ഏതായാലും ഇത്രയും ദൂരം വന്നല്ലേ, അതുകൊണ്ട് പുറത്താരും കേൾക്കണ്ട, നമ്മൾ മാത്രം കേട്ടാൽ മതി. ഒരു രഹസ്യം പറയാം. പ്രായമുള്ളവരോട് പ്രത്യേകം പറയുകയാണ്. പ്രായമുള്ളവർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു 40 വയസ്സിന് മുകളിലുള്ളവർ. അത് ഇഷ്ടപ്പെട്ടില്ല. ചിലർ ഇങ്ങനെ നോക്കുക. 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ചെറിയ വെള്ളിനാരൊക്കെ ഇവിടെ കെട്ടിത്തരണം. എന്തിനാ അറിയോ ഭഗവാൻ? എന്തിനാണ്? ഈ ഓട്ടം നിർത്താറായി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ പെയിന്റ് അടിക്കും. ആയിട്ടില്ല എന്നാണ്. അങ്ങനെ അടിക്കണ്ട, പെയിന്റ് അടിക്കണ്ട, വളരെ ബോറാണ്. അപ്പം എന്ത് ചെയ്യണം, കുറച്ചു കാലം കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, നിങ്ങളെ പല ആളുകളുടെയും മുഖത്തേക്ക് നോക്കിയിട്ട് എനിക്ക് എന്താ വിഷമം തോന്നുന്നുണ്ട്. എന്താ കാരണം എന്നറിയോ? നിങ്ങളൊക്കെ ആഴത്തിലുള്ള ദുഃഖത്തിലുള്ളവരാണ് പലരും. ആരെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കണേ? സത്യം പറ. അത് തന്നെ ആ അമ്മ പറഞ്ഞു ശരി. ആരെ? മക്കള് എന്ന് പറഞ്ഞ് പിടിയാണ്. ഞാനൊരു രഹസ്യം പറയാം. ഞാൻ ഇനി പറയുന്ന രഹസ്യം ജീവിതത്തിൽ മറന്നു പോകരുത്, എക്കാലത്തും പ്രയോജനം ചെയ്യും. നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മളെ ഈ ലോകത്ത് സ്നേഹിക്കാൻ ഒരു പൂച്ചക്കുട്ടിയെ പോലും കിട്ടില്ല എന്ന് ആദ്യം ഉറപ്പിക്കണം. ശരിയല്ല? ശരിയാണ്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താ അറിയോ, നമുക്ക് സത്യത്തിൽ സ്നേഹം ആരോട് തന്നെയാണ്? നമ്മളോടാണ്. അതുകൊണ്ടാണ് വേറെ ആളെ കിട്ടില്ല പറഞ്ഞത്. അപ്പൊ കുടുങ്ങി. നമ്മൾ അത്ര സ്വാർത്ഥനാണ്. അത് അംഗീകരിക്കണം ആദ്യം. അപ്പൊ എന്താ വേണ്ട അറിയോ, ഈ മക്കളൊക്കെ പ്രായമാവുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരൊക്കെ എവിടെയെങ്കിലും എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നാലെ നടക്കരുത്. ഞാൻ വെറുതെ പറയല്ല, അത് പ്രായോഗികമായിട്ട് പറയുകയാണ്. നമ്മൾ പിന്നെ നടക്കരുത്. ഈ മക്കള് എന്ന് പറഞ്ഞ് ജീവിച്ച് ദുരിതം അനുഭവിച്ച കോടിക്കണക്കിന് ആളുകൾ ഞാൻ കാണിച്ചു തരാം. ഒരു നല്ല വസ്ത്രം ധരിക്കാത്തവര്, ഒരു നല്ല ഭക്ഷണം കഴിക്കാത്തവര്, ഒരു ജില്ല വിട്ട് വേറൊരു ജില്ലയിലേക്ക് പോവാത്തവർ, ഒരു കാറിൽ കയറാത്ത ആളുകളുണ്ട് നാട്ടില്. മോൾക്ക് കയ്യിൽ വളച്ചിടാൻ, മകന് വടക്കേ പറമ്പ് വാങ്ങാൻ. ഈ ജാതി പരിപാടിയൊക്കെ ഈ സത്രത്തോടു കൂടി ഉപേക്ഷിക്കണം. ഇതിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഈ ഇത്രയും കാലം അവർക്കൊക്കെ വേണ്ടി ജീവിച്ചില്ലേ, ഇനി കപില ചരിതം കഴിയുമ്പോൾ അവനവന് വേണ്ടി ജീവിക്കുക. കുറച്ചു കാലം കഴിയണ്ട. ഇന്ന് വൈകുന്നേരം തന്നെ ഒരു രഹസ്യം പറയാം. കയ്യില് വല്ല വീടോ സ്വത്തോ പണമോ സ്വർണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴേ മക്കളുടെ പേരിൽ എല്ലാം കൂടെ എഴുതണ്ട. കൈയടിക്കുന്നവർ ശ്രദ്ധിച്ച, പുറകില് മക്കളൊക്കെ ഇരിപ്പുണ്ട്. അവസാനം തിരിച്ചെല്ലാം ബുദ്ധിമുട്ടാവും. ഞാൻ തമാശ പറഞ്ഞല്ലേ, എഴുതണ്ട. എഴുതിയത് അമ്മമ്മക്ക് എഴുതിയെന്നാ പറയണേ.
അതാ പറഞ്ഞത്. ഇത് നേരത്തെ നേരത്തെ മനസ്സിലാക്കേണ്ട കാര്യം. ഇത് എഴുതണ്ട. എന്നിട്ട് എന്ത് ചെയ്യാ, ഇന്ന് വൈകുന്നേരം അങ്ങോട്ട് കഴിയുമ്പോ നാളെ രാവിലെ തൊട്ട് സുഖമായിട്ട് അങ്ങോട്ട് ജീവിക്കുക കുറച്ചു കാലം. തമാശയായിട്ട് പറഞ്ഞല്ല, നല്ല ഭക്ഷണമൊക്കെ കഴിക്കുക. ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ കഴിച്ചിട്ടുണ്ടോ? അമ്മൂമ്മ ഇപ്പൊ കേൾക്കാണ്. നാളെ രാവിലെ തൊട്ട് നല്ല പഴങ്ങളൊക്കെ വാങ്ങി ഈ പ്രായമുള്ള ആളുകൾ ജ്യൂസൊക്കെ അടിച്ചിട്ട് പഞ്ചസാരയൊക്കെ ഇളക്കി അങ്ങോട്ട് കുടിക്കുക 3 നേരം. എന്താണ് ഷുഗറാ? ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ കുറേശ്ശെ വന്നോട്ടെ, ഒന്നുമില്ലെങ്കിൽ അവസാന കാലത്ത് നാട്ടുകാർക്ക് പറയല്ലോ പാവം തങ്കമ്മ ചേച്ചി തിന്ന് ചത്തുപോയതാണ് എന്ന്. മറ്റത് ഹൃദയം പൊട്ടി മരിക്കുകയാണ്. വല്ല ആവശ്യമുള്ള കാര്യമാണോ? ആലോചിച്ച് നോക്കൂ. ഞാൻ തമാശ പറഞ്ഞല്ല, ഈ സെറ്റ് സാരിയൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് വല്ല കാഞ്ചീപുരം കൊടുത്തോണ്ട് വന്ന ആളെ എന്തിന് ഈ വെറുതെ പാറ്റ മാന്തിയത്, കുരുവി തോണ്ടിയത്, ഇതൊക്കെ അകത്ത് ചുറ്റിക്കെട്ട് നടക്കുക. കുറച്ചു കാലെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കുക. ഇപ്പൊ ഒരു സന്തോഷം പോലെ തോന്നണല്ലേ? അതാ ഞാൻ പറഞ്ഞത്, സന്തോഷിക്കാനുള്ള ഒരു ചെറിയ സമയം പോലും നമ്മൾ കളയരുത്. സന്തോഷിക്കാൻ താല്പര്യമുണ്ടോ? അതെങ്കിലും ഒന്ന് സമ്മതിക്കേ. ഇന്ന് ഞാൻ പറയണവരൊന്നും ചെയ്യാവോ? സന്തോഷം വരണ കാണണോ? ഇരിക്കുന്നവരൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കേ, ഒന്ന് നോക്കണേ. ഒന്ന് ചിലര് വടക്കോട്ടിരിക്കുക, കാരണം അമ്മായിയമ്മ മരുവുള്ള നോക്കൂല. അതാ ഞാൻ ഇപ്പൊ എത്ര സന്തോഷം. ചിലർ ഇപ്പോഴാ അടുത്തിരിക്കുന്ന ആളെ കണ്ടോ, അയ്യോ ചേച്ചിയിരുന്നു ഇപ്പോഴാ കണ്ടോ കേട്ടോ. ആലോചിച്ച് നോക്കൂ. ജീവിതത്തിൽ നമ്മൾ കുറച്ച് സന്തോഷിക്കണം. സന്തോഷം അവനവന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ടാണ് ഭദ്രകാളി ദേവിയുടെ അട്ടാട്ടഹാസം എന്നാ പറയാം. കാരണം ആനന്ദം അലകതലായി പുറത്തേക്ക്. കാരണം കുഞ്ഞുങ്ങളൊക്കെ ചിരിക്കാൻ എന്താ കാരണം? അവർക്ക് എപ്പോഴും കളങ്കമില്ലാത്ത അവസ്ഥയാണ്. നമ്മളൊക്കെ ചിരിച്ച ആളുകൾക്ക് പേടിയാവും. കാരണം എന്താ? നമ്മുടെ ഉള്ളില് വേറെന്തൊക്കെയോ ആണ് ആ ചിരിയിലുള്ളത്. സ്വാർത്ഥ താല്പര്യങ്ങളുടെ കെട്ടുകറ്റകളായിട്ട് മാറുമ്പോഴാണ് നമ്മൾക്ക് ചിരി പോലും മറന്നു പോകുന്ന കാലത്തിലേക്ക് നമ്മൾ വന്നത്. അപ്പോ ഇവിടെ ആ കർദമൻ എന്താ ചെയ്തത്? തൻ്റെ ധർമ്മങ്ങളെല്ലാം നിർവഹിച്ചു, കുട്ടികളൊക്കെ വിവാഹം ചെയ്യിപ്പിച്ചു. എന്നിട്ട് ആ അമ്മ പറയുന്നുണ്ട്, അങ്ങയുടെ ധർമ്മങ്ങളൊക്കെ നിർവഹിച്ചു, ഇനി എന്നെ ഈ സംസാര സാഗരത്തിന്റെ കടല് കടത്താൻ ആരാണ് ഇനി ഉള്ളത്? അപ്പോ ഒരു പുത്രനെ കൂടി അങ്ങ് നൽകിയാൽ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കപിലനെ കൊടുത്തത്. ആ കപില വാസുദേവൻ അമ്മയുടെ മുൻപിൽ ആവിർഭൂതനായി. സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ്, ഗുരുവായൂരപ്പൻ തന്നെയാണ് കപിലൻ എന്ന് ആ അമ്മയ്ക്ക് അറിയാം. അങ്ങനെ കർദമ പ്രജാപതി തന്റെ കുട്ടികളൊക്കെ വിവാഹം ചെയ്തയച്ച് ഗാർഹസ്ഥ്യധർമ്മം പൂർത്തീകരിച്ചുകൊണ്ട് അദ്ദേഹം പോയി. അദ്ദേഹം കപിലനോട് തന്നെ ചോദിക്കുന്നുണ്ട്, അങ്ങ് ഈശ്വരനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഇനി ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കണോ അതോ കാട്ടിലേക്ക് പോണോ? അപ്പൊ കപിലൻ തന്നെ പറയുന്നുണ്ട്, അച്ഛാ ഇവിടെ ഇരുന്നും കൊണ്ട് കാടിനെ കുറിച്ച് ചിന്തിക്കണതും കാട്ടിലിരുന്നിട്ട് ഇവിടെ ചിന്തിക്കണതും രണ്ടും ഒരുപോലെയാ. അമ്മയെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ ഞാൻ ഇവിടെ ഉണ്ട്. അത് കേട്ടപ്പം അദ്ദേഹത്തിന് മനസ്സിലായി, ഇനി യാത്രയാവാം. അങ്ങനെ അദ്ദേഹം പോയി, വനത്തിലേക്ക് പോയി എന്നാണ് പറഞ്ഞത്. അങ്ങനെ കപില വാസുദേവന്റെ മുൻപില് അമ്മ ഒരു അപാരമായൊരു രംഗമാണ്. സാധാരണ അമ്മയുടെ മുൻപിൽ മക്കൾ നമസ്കരിക്കാറുണ്ട് അല്ലേ? ഭാഗവതത്തിന്റെ പുണ്യം ആ കപിലാചാര്യൻ, മഹർഷി കപിലാചാര്യ പറഞ്ഞിട്ട് സഹസ്രനാമത്തിൽ ജപിക്കാറില്ലേ? ആ കപില വാസുദേവനാകുന്ന ഉണ്ണിയുടെ മുൻപില് ആ മഹാതപസ്വിയായ അമ്മ നമസ്കരിക്കുകയാണ്. ആ അമ്മ നമസ്കരിച്ചുകൊണ്ട് എന്താ പറഞ്ഞത്? ശരണം ശരണ്യം സുഭൃത്യ സംസാര തരോ കുഠാരം ജിജ്ഞാസയാഹം പ്രകൃതേ പുരുഷസ്യ നമാമി സദ്ധർമ്മവിദാം വരിഷ്ഠം. പറയുന്നുണ്ട്, ഒരുപാടുണ്ട് അമ്മയുടെ പറച്ചില്. അസതിന്ദ്രിയ ദർശനാദ് എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ഏന സംഭാവ്യമാനേന പ്രപന്നാന്ധം തമപ്രഭോ. ഉണ്ണി അവിടുന്ന് ഈശ്വരനാണെന്ന് എനിക്കറിയാം. അസത്തുക്കളായിരിക്കുന്ന ഇന്ദ്രിയങ്ങള് ചേർന്നിട്ട് എൻ്റെ ജീവിതത്തെ കാർന്നു തന്നെയാണ് ഇപ്പോഴും. അവിടുന്ന് മാത്രമാണ് എനിക്കിനി ശരണാഗതി. ഞാൻ അവിടുത്തെ പാദങ്ങൾ നമസ്കരിക്കുകയാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ ജീവിതമാകുന്ന ഈ കാട്ടുവൃക്ഷത്തിന്റെ കടക്കൽ അറിവാകുന്ന മഴുകൊണ്ട് അങ്ങ് വെട്ടിയാലും, എന്നിട്ട് ഈ വൃക്ഷത്തെ ഈ സംസാരക്കാട്ടിൽ നിന്ന് രക്ഷിച്ചാലും എന്ന് ആ അമ്മ മകന്റെ അടുത്ത് ഉപദേശം തേടുകയാണ്. അപ്പോഴാണ് ആ മകനാകുന്ന കപില വാസുദേവൻ അമ്മയ്ക്ക് ഉപദേശം കൊടുക്കുന്നത്. എത്ര അപാരമായൊരു രംഗാന്ന് ആലോചിച്ച് നോക്കാം. ഉണ്ണിയായ കപിലൻ ആചാര്യനായിട്ട് ഇരിക്കുകയാണ്. തപസ്വിനിയായിരിക്കുന്ന ദേവഹൂതി അതിന് പാത്രീഭൂതയാവുകയാണ്. അങ്ങനെ
ആ അമ്മയും മകനും തമ്മിലുള്ള സംവാദത്തിലാണ് പ്രപഞ്ചത്തിൽ ഏത് ശാസ്ത്രം രൂപം കൊണ്ടത്? സാഖ്യം എന്നു പേരായ ശാസ്ത്രം ഉണ്ടായത്. ഷഡ്ദർശനങ്ങളില് പൂർവമീമാംസ, ഉത്തരമീമാംസ, വൈശേഷികം, യോഗം, ന്യായം, സാഖ്യം. ഇതില് സാഖ്യത്തെ ചിലര് ഈശ്വര സാഖ്യം എന്നും നിരീശ്വര സാഖ്യം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊന്നുമില്ല. പ്രകൃതി എന്നും പുരുഷനെന്നും പ്രപഞ്ചത്തിലെ വസ്തുക്കളെ രണ്ടായിട്ട് തിരിക്കുകയാണ്. അപ്പോൾ രണ്ടായിട്ട് തിരിച്ചിട്ട് ഈ പ്രപഞ്ചത്തിന് അടിസ്ഥാനം എന്താണെന്ന് കപിലൻ അമ്മയ്ക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. അപ്പോ 21-ാം അധ്യായം തൊട്ടിട്ട് 22-ാം അധ്യായം വരെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. 24-ാം അധ്യായത്തില് ആ ഭഗവാൻ അവതരിക്കാനുള്ള ധർമ്മദീക്ഷകളെ കുറിച്ച് പറഞ്ഞു. 25-ാം അധ്യായത്തിലാണ് ഈ ഉപദേശങ്ങൾ തുടങ്ങുക. ഇനി എന്താണ് എന്ന് പറയുകയാണ് ഈ പ്രപഞ്ചത്തെ കുറിച്ച്. 26-ാം അധ്യായത്തില് പദാർത്ഥ വിജ്ഞാനത്തെ കുറിച്ച് പറയുകയാണ്. അതായത് പ്രകൃതി, മഹത്തത്വം, അഹങ്കാരം, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. അതുപോലെ തന്നെ ഇതിന് പാരലായിക്കൊണ്ട് ആകാശം, വായു, തേജസ്, ജലം, പൃഥ്വി, ഇങ്ങനെ അടുത്ത 5 സെറ്റ്. അത് കഴിഞ്ഞ് ഭൂതങ്ങള്, പിന്നെ അന്ധകരണം, 5 ജ്ഞാനേന്ദ്രിയങ്ങള്, 5 കർമ്മേന്ദ്രിയങ്ങള്, ഇവയ്ക്കെല്ലാം സാക്ഷിയായിട്ട് നിൽക്കുന്ന ആത്മവസ്തു. ഇങ്ങനെ 25 തത്വങ്ങളെ കുറിച്ച് ആ അധ്യായത്തിൽ പറയും. എന്തിനത് പറഞ്ഞത്? ഇതൊരു ഡ്രൈ സബ്ജക്റ്റ് അല്ലേ എന്നൊക്കെ നമുക്ക് തോന്നാം. അങ്ങനെയല്ല. കാരണം പ്രപഞ്ചം എന്ന് പറയുന്നത് പഞ്ചീകരിക്കപ്പെട്ട് ഇവിടെ ആവിർഭൂതമായതിന് യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥൻ ഈശ്വരൻ തന്നെയാണ് എന്ന് നമ്മളെ ബോധിപ്പിക്കാനാണ്. പ്രപഞ്ചവും താനും ഈശ്വരനും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. നമുക്ക് തോന്നുകയാണ്, നമ്മുടെ തോന്നലുകൾ മാത്രമാണ് ഈ പ്രപഞ്ചത്തിന്റെ അസ്തിത്വം എന്നും യഥാർത്ഥ അസ്തിത്വം എന്ന് പറയുന്നത് എന്താണെന്ന് പാരമാർത്ഥികമായ സത്യത്തെ അറിയുന്നവന്റെ ബോധത്തിൽ ഉണ്ടാവുന്ന തെളിനീരുറവയാണെന്ന് ആ അധ്യായം കൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് അമ്മയ്ക്ക്. എന്താ അവിടെ മനസ്സിലാക്കേണ്ടത്? സാക്ഷിത്വ രൂപത്തിലെ ജീവിതത്തെ കണ്ടാൽ മതി. ആ അധ്യായത്തിന്റെ സത്യ ദർശനം അങ്ങനെയാണ്. നമ്മൾ എല്ലാത്തിനും സാക്ഷിയായിട്ട് ഇരുന്നാൽ മതി. നമ്മൾ ഒന്നില് കർത്താവാകുമ്പോഴും ഭോക്താവുമ്പോഴുമാണ് ജീവിതത്തിൽ അപകടങ്ങൾ വരിക. അതുകൊണ്ട് ആ സിനിമ കാണുമ്പം വലിയ സന്തോഷം. കാരണം എന്താ? സിനിമയിൽ നമ്മൾ ആരുമല്ല, നമ്മൾ സാക്ഷിയാ. അതുപോലെ കാണാൻ പറ്റുമോ? അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, മക്കളൊക്കെ വിവാഹം ചെയ്ത് അഴിച്ചാൽ പിന്നെ സിനിമ കാണുന്ന പോലെ കണ്ടോളണം. മോനും മരുവളും വരുന്നു, സിനിമ കാണുന്ന പോലെ വന്നോളൂ, ഇരുന്നോളൂ. ഒരു വർഷം അത് ഇടപെടാൻ പോരുത്. ഇടപെട്ടാൻ കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഏതാണ്ടൊക്കെ ചിലർക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്. കർത്താവോ ഭോക്താവോ ആയിക്കഴിഞ്ഞാൽ കുഴപ്പമാണ്. മറ്റത് ആസ്വദിക്കാൻ പറ്റും. ഇപ്പൊ സെക്രട്ടേറിയറ്റിന്റെ വാതിക്കൽ വലിയ കല്ലേറ് നടക്കുന്ന സിനിമയിൽ കാണുമ്പോൾ നമ്മൾ എങ്ങനെ പറയാ? ഓ, ഗംഭീര സിനിമയുണ്ട്. ആ തലച്ചോറൊക്കെ അങ്ങനെ ഏറൊക്കെ കൊണ്ട് പുറത്തേക്ക് വന്നാ എന്തൊരു രംഗമായിരുന്നു ഈശ്വര എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ എക്സൈറ്റഡ് ആവും. അതേസമയം നമ്മള് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഇതൊക്കെ ഒരു കല്ല് വരുമ്പോ ആരെങ്കിലും പറയും ഒന്നോളൂ, ഇപ്പൊ നല്ല രംഗങ്ങളൊക്കെ ഉണ്ടാവുണ്ടോ? അങ്ങനെ പറയില്ല. കാരണം എന്താ? അതില് നമ്മൾ സാക്ഷിയാണ്. ഇവിടെയോ നമ്മൾ ഭോക്താവും കർത്താവുമാണ്. അപ്പൊ സാക്ഷിയായിട്ട് നിന്നാ മതി. മനസ്സിലാവണുണ്ടോ? അതായത് ആരുടെയും പിന്നാലെ നടക്കരുത് എന്നാണ് ഈ അധ്യായത്തിന്റെ സത്യത്തിലുള്ള പ്രായോഗിക വേദാന്തം. അതുകൊണ്ട് മക്കളൊക്കെ, പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ച് അയച്ചാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുത്തി കുത്തി വിളിക്കണ്ട. അത് പെട്ടെന്ന് മനസ്സിലായി തോന്നുന്നു. പിന്നെ ആ വിളിയായി കുഴപ്പമുണ്ടാക്കണേ. ആ വിളിക്കണ്ട. അപ്പൊ അവൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പറയാം, അമ്മ നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല കേട്ടോ അവിടെ. അപ്പൊ ആ അമ്മ പറഞ്ഞാൽ മതി, നീ വിചാരിക്കണ പോലെ ഒന്നും ഉണ്ടാവുമൊന്നുമില്ല, ഞാനും നിന്റെ അച്ഛനും കൂടെ തീർത്ഥാടനത്തിന് പോവാ, നീ അവിടെ ഇരുന്നോന്ന് പറഞ്ഞാൽ അന്ന് അവൾ നന്നാവും. മനസ്സിലായി? അതാ വേണ്ടത്. ജീവിതത്തിൽ അങ്ങനെയാ വേണ്ടത്. കുറച്ചു കാലം കഴിഞ്ഞാൽ പിന്നെ ഇതിലൊന്നും ഇടപെടാൻ നിൽക്കരുത്. വീട്ടിന്റെ വാതിക്കൽ ഒരു കസേര വാങ്ങിയിട്ട് എന്ന് ഉച്ചയ്ക്ക് പോകുമ്പോൾ ഒരു കസേര വാങ്ങിക്കോളാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഓരോന്നും എടുത്തോ, എങ്ങനെയായാലും മതി. എന്നിട്ട് വീടിന് ആരുടെയും പിന്നാലെ നടക്കുകയും ചെയ്യരുത്. കപില വാസുദേവൻ അമ്മയോട് പറഞ്ഞ കാര്യമാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് രസ, സ്പർശ, രൂപ, ഇന്ദ്രിയ, ജ്ഞാനേന്ദ്രിയ, കർമ്മേന്ദ്രിയ, തേജസ്, വായു, പൃഥ്വി, ഇതിൻ്റെയൊക്കെ സമ്മിശ്രമായിട്ടുള്ള ഒരു ലോകമാണ്. ഇതൊരു മായാലോകമാണ്. ഇവിടെ നമ്മൾ പെട്ടാൽ പെട്ടതാ. അതുകൊണ്ട് പെടാതിരിക്കാനുള്ള വഴി എന്താ? ഏതാവാൻ സാഖ്യയോഗാഭ്യാം സ്വധർമ്മ പരിനിഷ്ഠിത ജന്മലാഭ പരപുംസ അന്തേ നാരായണ സ്മൃതി. നാരായണ സ്മൃതിയോടുകൂടി കാണുന്നതൊക്കെ നാരായണ സ്മൃതിയോടുകൂടി കാണാൻ പറ്റൂ. അപ്പോഴാ ജീവിതത്തിന്റെ രസം ഉണ്ടാവുക. ഭർത്താവ് ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ
ആരാ? ഈശ്വരൻ തന്നിരിക്കുന്നതാണ്. മനസ്സിലായില്ലേ? ഈശ്വരൻ തന്നിരിക്കുന്നതാണ്. കുറവുകളൊക്കെ ഉണ്ടാവാം. ചിലപ്പോൾ ഇന്റർനാഷണൽ ധൂർത്തൻ, അന്താരാഷ്ട്ര പിശുക്കിയിട്ടായിരിക്കും വരിക. അതങ്ങനെ ഉണ്ടാവുക. ചിലപ്പോൾ കുറേ വർത്താനം പറയുന്ന ഭർത്താവിന് ഒന്നും മിണ്ടാത്ത ഭാര്യയും. സത്യത്തിൽ അതാ നല്ലത്. ഇല്ലെങ്കിൽ നാട്ടുകാർക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. അല്ല, അങ്ങനെയും കൂടെ ഉണ്ട്. നമ്മൾ അത് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരു പരസ്പര പൂരകത്വമുണ്ട്. അപ്പോൾ ആ അധ്യായത്തിൽ പറഞ്ഞതാണ്, പ്രപഞ്ചത്തിൽ കാണുന്നതിനൊന്നും സത്യത്തിൽ അസ്തിത്വമില്ല. നമ്മൾ വിചാരിക്കുകയാണ് ഇതിന് അസ്തിത്വം ഉണ്ട്. എൻ്റെ മകൻ, എൻ്റെ മകള്, അതൊക്കെ നമ്മുടെ തോന്നല് മാത്രമാണ്. അത് പറയുന്നുണ്ട്. ഗുരു ഗുരുവല്ല, ശിഷ്യൻ ശിഷ്യനല്ല, ഭർത്താവ് ഭർത്താവല്ല, ഭാര്യ ഭാര്യയല്ല. ഋഷഭാവതാരത്തിന് പറയുന്നുണ്ട്, ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ സ്നേഹിക്കുന്നത് ശരീരങ്ങളെയാണെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ ലാളന ഏറ്റുവാങ്ങിയ ശരീരങ്ങളെ കാണുന്നത് പോലും മറപ്പും വെറുപ്പും ഉളവാക്കപ്പെടും. അതേസമയം നിങ്ങൾ ആത്മവസ്തുവിനെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ, ക്വാളിറ്റിയെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ, നമ്മൾ പരസ്പരമുള്ള സ്നേഹം ഉണ്ടല്ലോ, അത് അപാരമാണ്. എനിക്ക് ഭാഗവതം തന്നുള്ള ഗുരുവായൂരപ്പദാസ സ്വാമികളും വള്ളിയൂർ തിരുമേനിയും ഒരുമിച്ചാണ് ഭാഗവതം അമ്പലപ്പുഴ നാടകശാലയിൽ പണ്ട് നടത്തിയിരുന്നത്. ഗുരുവായൂരപ്പദാസ സ്വാമികളുടെ ഇവിടുന്ന് ഈ ലോകത്ത് നിന്ന് അദ്ദേഹം മടങ്ങിപ്പോയതിൻ്റെ അന്നാണ് പിന്നീട് എനിക്ക് ദേവി ഭാഗവതമൊക്കെ തന്ന ഗുരുനാഥനായിട്ടുള്ള രാമനാഥൻ സാറിനെ ഞാൻ കാണുന്നത്. അന്നത്തെ ദിവസമാണ്. അപ്പൊ അതൊരു ഗുരുകൃപയായിട്ട് എനിക്ക് തോന്നിയുള്ളത്. അപ്പൊ ഗുരുവായൂരപ്പ സ്വാമി പോയപ്പോൾ എനിക്ക് വല്ലാത്ത ഏങ്ങലായിരുന്നു. കൈപിടിക്കാനുള്ള വെളിച്ചം നഷ്ടപ്പെട്ടതുപോലെ. പക്ഷേ ഗുരുകൃപ എന്ന് പറയുന്നത് അതാണ്. ആ മഹാഭാഗവതന്മാരൊക്കെ തമ്മിലുണ്ടായിരുന്ന അഗാധമായ സ്നേഹങ്ങള്. അപ്പൊ അതിനെക്കുറിച്ച് അപ്പൊ ഇവിടെ വന്നപ്പോഴും നമ്മൾ തമ്മിൽ ആ സ്നേഹമില്ല. പണ്ടൊരിക്കല് ആഞ്ഞം തിരുനാമാചാര്യൻ ഗുരുവായൂര് കൃത്യം 6 മണിക്ക് ആ മണ്ഡപത്തിൽ ജപിക്കാൻ ഒരു നാമജപ കൂട്ടായ്മ ഉണ്ട്. അതിന് വരും. വള്ളിയൂർ തിരുമേനിയുടെ സപ്താഹത്തിന്റെ രീതി കേരളീയ സപ്താഹ രീതി അല്ല ശരിക്കും. പലർക്കും അത് ധാരണ ഇല്ലാത്തൊരു കാര്യമാണ്. പട്ടപ്പ നമ്പൂതിരിയായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരുനാഥനെങ്കിലും അദ്ദേഹം ശുണ്ഠിക്കാരനായിരുന്നു. ഒന്നും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല എങ്ങനെ ഇത് നടത്തണം എന്നൊക്കെ. അത് പറഞ്ഞു കൊടുത്തത് ശങ്കാരിപുരം കേശവദീക്ഷിതരാണ്, അനന്തരാമദീക്ഷിതരാണ്. അനന്തരാമദീക്ഷിതർ എന്ന പേരായിട്ടുള്ള മഹാത്മാവാണ് അദ്ദേഹത്തിന് ഈ അതുകൊണ്ട് തിരുമേനിയുടെ സമ്പ്രദായത്തിൽ തട്ടുകൊടുത്തിട്ടാണ് ഭാഗവത്തിന് മുമ്പിൽ വരാൻ പാടുള്ളൂ എന്നാ. ഈശ്വര പൂജ പോലെ തട്ടുകൊടുത്തേ വരാൻ പാടുള്ളൂ എന്നൊക്കെ നിഷ്കർഷ അദ്ദേഹം അങ്ങനെ എന്നോടൊക്കെ അദ്ദേഹം അങ്ങനെ പറഞ്ഞുള്ളത്. തട്ടുകൊടുത്തിട്ടേ ഭാഗവതം പറയാൻ പോവാവുള്ളൂ. അത് ശങ്കാളിപുരം അനന്തരാമദീക്ഷിതരുടെ സമ്പ്രദായ പരമ്പരയാണ്. അപ്പോൾ അതിന് കുറച്ച് വ്യത്യാസമുണ്ട്. അവസാനത്തെ 6-ാം ദിവസം 80-81 അധ്യായം ഗുരുവായൂരിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുക തിരുമേനിയുടെ വേറൊരു ക്രമത്തില്. അപ്പൊ കുറച്ച് കുറച്ചങ്ങോട്ട് വൈകിപ്പോയി. ഒരു 6 മണി എന്നുള്ളത് 6:15. അപ്പോൾ ആഞ്ഞം ശുണ്ഠിക്കാരനാണ് അദ്ദേഹം. നാമം ജപിക്കാനുള്ള ആ തൃഷ്ണ കൊണ്ടാട്ടോ ഓടി ഇങ്ങോട്ട് വന്നപ്പം വള്ളിയൂർ തിരുമേനി നിർത്തിയിട്ടില്ല. പെട്ടെന്ന് മുഖയിരുണ്ടു, ഗൗരവമുണ്ടായി പെട്ടെന്ന്. അപ്പോ വള്ളിയൂർ തിരുമേനിക്ക് അത് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം പോയി വിഷമിച്ചു. എന്നാലും അദ്ദേഹത്തിന് വിഷമായല്ലോ, ആഞ്ഞത്തിന് വിഷമായല്ലോ, ഞാൻ സമയക്ലിപ്തത പാലിച്ചില്ലല്ലോ എന്നൊക്കെ വിഷമായി. അപ്പൊ തിരുമേനി രാവിലെ കിടന്നിട്ട് അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല രാത്രിയിൽ. വള്ളിയൂർ തിരുമേനിക്ക് രാവിലെ ആയപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, എന്തായാലും ആഞ്ഞത്തിനെ കണ്ടൊന്ന് ഒരു മാപ്പ് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെന്നു. അപ്പൊ ആഞ്ഞ രാവിലെ എന്നെ പാഞ്ഞു പിടിച്ച് വരിക. ആഞ്ഞം തിരുമേനിയെ കണ്ടത് അങ്ങോട്ട് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങയോട് ഒരു തെറ്റ് ചെയ്തു കേട്ടോ. ഇന്നലെ എൻ്റെ ഹൃദയത്തിൽ കുറച്ച് ദേഷ്യം ഉണ്ടായി വള്ളിയൂരെ. ഇന്നലെ പക്ഷേ രാത്രി ഗുരുവായൂരപ്പൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താ ആഞ്ഞം കാണിച്ചത്? ആ വള്ളിയൂർ തിരുമേനെ വിഷമിപ്പിക്കണോ? ഇത്രയും ഹൃദയശുദ്ധിയുള്ള ഒരാളോടാണ് അങ്ങനെ പെരുമാറിയത്. അദ്ദേഹം ജപിച്ച നാമാണെന്ന് ആഞ്ഞത്തിന് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇന്നലെ ഉറങ്ങിയതേ ഇല്ലേ തിരുമേനി പറഞ്ഞിട്ട് ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ വെച്ചിട്ട് അങ്ങോട്ട് ഒരൊറ്റ നമസ്കാരം. ആ നമസ്കാരത്തിൽ നിന്ന് ഒഴിഞ്ഞങ്ങോട്ട് മാറിയിട്ട് വള്ളിയൂർ തിരുമേനി ആഞ്ഞത്തിന്റെ പാദങ്ങളിൽ ഒരൊറ്റ നമസ്കാരം. 10-21 വട്ടം അങ്ങോട്ട് നമസ്കരിക്കുക, അങ്ങോട്ട് നമസ്കരിക്കുക, ഇത് കണ്ടിട്ട് ഭക്തജനങ്ങൾ കൂടി ആനന്ദ കണ്ണീര് പൊഴിച്ചൊരു കാലം ഭാഗവതന്മാരുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയുള്ള ഭാഗവതന്മാരാണ് ഈ ലോകത്തിന് വിളിച്ചത്. ഇപ്പം എന്താ സ്ഥിതി എന്നുള്ളതൊക്കെ നമ്മൾ സ്വയം തിരിച്ചറിയേണ്ടതാണ്. മനുഷ്യര് തമ്മിൽ സ്നേഹമില്ല, ആർദ്രതയില്ല. ഭഗവാനെ വെച്ചുകൊണ്ട് കാണിക്കുന്ന കച്ചവടങ്ങളായിട്ട് ഇതൊക്കെ മാറാതിരിക്കണം. അതും യുഗധർമ്മമാണെന്ന് കൂട്ടിക്കോളുക. കലിയുഗത്തിന് അങ്ങനെ ധർമ്മം ഉണ്ടല്ലോ, അതും ഭഗവാൻ തന്നെ ചെയ്യണം. അങ്ങനെയാ ഭക്തന്മാര് കാണേണ്ടത്. നമ്മൾ ഒന്നിനെയും കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. ഒന്നും ഈ ലോകത്ത് മോശമല്ല. പൂതനാമോക്ഷത്തിന്റെ സമയത്ത് ഇങ്ങനെ കണ്ണടച്ച് കിടന്ന കണ്ണൻ പൂതനെ ഇങ്ങനെ കണ്ണു തുറന്നിട്ടൊന്ന് നോക്കിയിട്ട് ചെറിയൊരു ചിരിച്ചിരിച്ചിട്ട് കിടന്നു എന്നാ. അതെന്താ എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ജന്മത്തിൽ ഇവൾക്ക് കൊടുത്തിരിക്കുന്ന വേഷം എന്നെ കൊല്ലാൻ വേണ്ടി വിഷമുല നൽകാനുള്ളതാണെങ്കിൽ അത് ഇവൾ എത്ര ഭംഗിയായി ചെയ്യുന്നു എന്ന് ഗുരുവായൂരപ്പൻ
ചിന്തിച്ചു. അതുകൊണ്ട് നമുക്ക് ഭക്തന്മാർക്ക് ഒന്നും വൈഷമ്യമില്ല. ഇവിടെ പ്രപഞ്ചത്തില് ഗുരുവായൂരപ്പൻ ആശ്രയമായിട്ടുണ്ടോ നമുക്കൊന്നിനും ഒരു കുറവുണ്ടാവില്ല. ഇവിടെ പറഞ്ഞത് അതാണ്. ഈ മായാലോകത്ത് നമ്മൾ പെട്ടാതിരിക്കാൻ എന്താ വഴി എന്ന് പറഞ്ഞു കൊടുത്തു. 27-ാം അധ്യായത്തില് ആത്മവസ്തുവിന്റെ നിരതിശയമായിരിക്കുന്ന ധർമ്മങ്ങളെ കുറിച്ച് പറയുകയാണ്. അപ്പൊ പ്രകൃതി അല്ല ബന്ധഹേതു. പിന്നെയോ പ്രകൃതി എന്ന് പറയുന്നത് അതിന്റെ കാര്യങ്ങളിൽ നിന്ന് ആത്മതത്വത്തെ വേർതിരിച്ചെടുക്കുന്ന സമയത്ത് അതിലുണ്ടാകുന്ന ആസക്തിയാണ് ബന്ധത്തിന് ഹേതു എന്ന് അടുത്ത അധ്യായത്തിൽ പറയുകയാണ്. ഇവിടെ മായ ഒന്നിനും ഒരു തടസ്സം അല്ല. അത് ഏറ്റവും നന്നായിട്ട് പറയുന്നത് കശ്മീരി ശൈവന്മാരാണ്. സമയമായോ എന്ന് പറയണം, എൻ്റെ വാച്ച് നിന്നുപോയി. എത്രയേ 11? അയ്യോ അല്ല, ശ്രീരാമേട്ടൻ വന്നില്ലേ? അപ്പം അന്ന് വരാൻ പറയും, ഞാൻ നിർത്താൻ പോവാ. അദ്ദേഹത്തെ കാണാഞ്ഞോണ്ടാ. മഹാത്മാക്കളുടെ സമയം അപഹരിക്കാൻ പാടില്ല. അദ്ദേഹം വരാൻ പറയട്ടോ. അദ്ദേഹം വന്നാൽ ഞാൻ അപ്പം എഴുന്നേറ്റോളാം. അപ്പോ ശരിക്കും പറഞ്ഞാൽ മായ എന്ന് പറയുന്നത് ഈശ്വരനെ കാണാനുള്ള തടസ്ഥഹേതുവല്ല എന്ന് മനസ്സിലാക്കണം ആദ്യം. മായ ആരെയും ബന്ധിക്കണില്ല. ഉണ്ടോ? ഇവിടെ വരാനായിട്ട്, ഇവിടെ നോക്കാനായിട്ട് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഉണ്ടോ? ഉണ്ട്. തടസ്സം നമ്മളാണ്. ഇവിടേക്ക് നോക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് നോക്കും. അതിനാരാ കാരണം? നമ്മളാണ്. ഇവിടെ വന്നിരുന്നത് ഈശ്വരനെ കാണാനാ, പക്ഷെ പാർക്കുട്ടി അമ്മയായിട്ട് വർത്താനം പറഞ്ഞ് വീട്ടിൽ പോയി. ആരാ തടസ്സം? മായല്ല, നമ്മളാണ്. മായ അവിടെ യാതൊരു തരത്തിലും നമ്മളെ സ്വാധീനിക്കണില്ല. അത് പരമാദ്വയവാദത്തില് കശ്മീര ശൈവന്മാര് പറയുന്നുണ്ട്. അതായത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നതിന്റെ അസ്തിത്വത്തെ പോലും അവർ തള്ളിക്കളയുന്നില്ല. പരമാദ്വയവാദം എന്ന് അതിന് പറയാം. കശ്മീര ശൈവന്മാരുടെ അഭിനവഗുപ്തപാദാചാര്യർ, കല്ലടൻ, ക്ഷേമരാജൻ, അവരുടെ സ്പന്ദവാർത്തികാദി തത്വങ്ങളിൽ അത് പറയാം. അപ്പോ ഗുണങ്ങള് ആർക്കാണുള്ളത്? ഈശ്വരന് മാത്രമാണ് ഗുണങ്ങളുള്ളത്. ആ ഗുണഗണങ്ങളെയാണ് നമ്മൾ ശ്രവണവും അർച്ചനവും ദാസ്യവും പാദസേവനവും ആത്മനിവേദനവും ഒക്കെ ആയിട്ട് സ്വീകരിക്കുന്നതെങ്കിൽ മായയിൽ പെടാതെ കഴിക്കാൻ സാധിക്കും. കാരണം സ്വതസിദ്ധമായിട്ടുള്ള അവനവന്റെ സ്വരൂപത്തില് മായ ഒരിക്കലും നമ്മളെ അപകടപ്പെടുത്തുന്നില്ല. കാരണം മായ ഈശ്വരന്റെ സ്വരൂപം തന്നെയാണ്. നമ്മൾ പഠിച്ചിരിക്കുന്ന തിരിച്ചാ. മായ എന്ന് പറയണത് ഈശ്വരനിലേക്കുള്ള തടസ്ഥവാദമായിട്ടാണ് പറയുക. പക്ഷേ പരമാദ്വയവാദത്തില് ഭാഗവതാദി ശാസ്ത്രങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, മദ്യം പോലെയാണ് ഉദാഹരണം, ഏറ്റവും നല്ല ഉദാഹരണം. മദ്യം ഈ ലോകത്ത് ആരെങ്കിലും കുഴപ്പിക്കുന്നുണ്ടോ? ഉണ്ടോ? എന്ത് മിണ്ടാത്തത്? നിങ്ങളും ഞാൻ എവിടെയെങ്കിലും നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് ഏതെങ്കിലും മദ്യക്കുപ്പി ഓടി വന്നിട്ട് ചേട്ടാ എന്നെ ഒന്ന് അകത്താക്കൂ എന്ന് പറയുന്നുണ്ടോ? ഇല്ല. എന്നിട്ട് നമ്മൾ പറയണം മദ്യം മഹാ കുഴപ്പക്കാരനാണെന്ന്. ആ കുഴപ്പക്കാരൻ സത്യത്തിൽ ആരാണ്? എന്ത് മിണ്ടാത്തത്? നമ്മൾ തന്നെയാണ്. അപ്പൊ അല്ലാണ്ട് അപ്പോ നമ്മൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഈ അധ്യായത്തിൽ പറഞ്ഞ എന്താ വെച്ചാൽ ഈ ബന്ധമോക്ഷങ്ങൾക്ക് കാരണമായിരിക്കുന്ന ആള് യഥാർത്ഥത്തിൽ മായയല്ല, അവനവൻ തന്നെയാണ്. അവനവനുണ്ടാവുന്ന അബദ്ധങ്ങൾക്ക് ഇപ്പോ അത് സ്വാമി രാമ എന്ന് പറയുന്ന കുട്ടിയോട് ബംഗാളി ബാബ കാണിച്ചു കൊടുക്കുന്നുണ്ട് മായയുടെ വിശേഷം. പർവ്വതത്തിന്റെ താഴ്വാരത്തിലൂടെ ഹിമാലയത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ ബാബാജിയോട് എത്രയോ കാലം മുമ്പ് മായ എന്താന്ന് സ്വാമി രാമ ചോദിക്കുന്നുണ്ട്. അപ്പൊ ബാബാജി എന്ത് ചെയ്തു? പെട്ടെന്ന്, ഇതൊക്കെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഉത്തരം പറയാം. മഹാത്മാക്കൾ പെട്ടെന്നൊന്നും ചോദിക്കണ ഉത്തരം പറയുന്നില്ല. കുറെ കാലം കഴിഞ്ഞപ്പം പർവ്വതത്തിന്റെ താഴ്വാരത്തോട് നടക്കുമ്പോൾ ഈ പറയുന്ന അദ്ദേഹം പെട്ടെന്ന് ഒരു വള്ളിപ്പടർപ്പിലേക്ക് അങ്ങോട്ട് വീണിട്ട് ആ ഒരു മരക്കുറ്റിയെയും വള്ളിയും കെട്ടിപ്പിടിച്ചിട്ട് അയ്യോ എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, ഈ മരം ഈ വള്ളി എന്നെ കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞ് കരയാണ്. സ്വാമി രാമ വന്നിട്ട് പിടിച്ചു വലിച്ചു, വരണില്ല. അവസാനം തളർന്നവിടെ ഇരുന്നു. കുറെ നേരം കഴിഞ്ഞ് ഗുരുനാഥന്റെ കിടപ്പ് ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, അല്ല ഗുരുനാഥ, ഈ വള്ളിയും മരവും അങ്ങേ അല്ലല്ലോ പിടിച്ചേക്കണേ, അങ്ങല്ലേ ഇതിനെ തിരിച്ചു പിടിച്ചേക്കണേന്ന് ചോദിച്ചു. അപ്പൊ എഴുന്നേറ്റിട്ട് വന്നിട്ട് പറഞ്ഞു, ഇതാണ് മായ. അത് ഇങ്ങടല്ലേ പിടിക്കണത്, നമ്മൾ അങ്ങടാ പിടിക്കണത്. മനസ്സിലായോ? ഏതുപോലെ ഇപ്പൊ കുട്ടികളൊക്കെ വളർത്തി വലുതാക്കിയില്ലേ, അവരെക്കാൾ അറ്റാച്ച്മെന്റ് ആണ് ആരോട്? പോരട്ടെ, ഞാൻ ആരോടും പറയുന്നില്ലേ. ആരോടാ? ആ കൊച്ചുമക്കളോട്. ഈ മക്കളെയൊക്കെ വളർത്തി അവരൊക്കെ കൂടെ നമ്മളൊരു വഴിക്കാക്കിയതാണ്. വാസ്തവം എന്നതാണ്. പതുക്കെ പറഞ്ഞോ. ആലോചിച്ച് നോക്കും, ഈ മക്കളുടെ മക്കൾക്ക് നമ്മളോട് വലിയ താല്പര്യമുണ്ടോ? എവിടെ? മക്കൾക്കില്ല. പിന്നെയാണ്. ഇതാണ് മായ. നമ്മൾ അങ്ങടാണ് അറ്റാച്ച്മെന്റ് വെക്കണത്. അത് പാടില്ല എന്നാണ്
ഈ 27-ാം അധ്യായത്തിൽ പറഞ്ഞത്. അപ്പോ അഹങ്കാര ഗ്രന്ഥി നശിക്കാൻ എന്താ വഴി എന്ന് അവിടെ പറയുകയാണ്. അതാണ് ഭാഗവതം ആദ്യമേ പറഞ്ഞത്. ഭിദ്യതേ ഹൃദയ ഗ്രന്ഥി ഛിദ്യന്തേ ഛിന്ന സംശയ ക്ഷീയന്തേ ചാസ്യകർമാണി ദൃഷ്ടയേവാത്മനീശ്വര. സഹസ്രനാമത്തിൽ ഇടയ്ക്ക് കേൾക്കാറില്ലേ, മണിപൂരാന്തരുത വിഷ്ണു ഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി എന്നൊക്കെ. അതാണ് ഈ അധ്യായത്തിൽ പറഞ്ഞത്. ഇനി 28-ാം അധ്യായത്തിൽ എന്താ? അഹിംസ, സത്യം, അസ്തേയം, ഇതൊക്കെ നിയമം കൊണ്ടും സ്വാധ്യായം, ധർമാചരണം തുടങ്ങിയത് സാധകൻ ചെയ്തിട്ട് ഹൃദയത്തെ എങ്ങനെ ശുദ്ധീകരിക്കേണ്ടതെന്ന് ഈ അധ്യായത്തിൽ പറയണം. അപ്പോൾ എന്താണ് യോഗമാർഗക്രമത്തിൽ നാം അനുഷ്ഠിക്കേണ്ടത്, ധാരണ എന്താണ്, ധ്യാനം എന്താണ്, ഇതൊക്കെ ഏതെങ്കിലും ഒരു ഗുരുനാഥന്റെ അടുത്ത് പോയി നിന്ന് ശക്തമായ ധാരണയോടുകൂടി ഏകാഗ്രതയോട് കൂടിയിട്ട് സാവധാനത്തിൽ പരിശീലിച്ച് മനസ്സിനെ അടക്കി ചിത്തവൃത്തികളെ നിരോധിക്കേണ്ടത് എങ്ങനെയെന്ന് 28-ാം അധ്യായത്തിൽ പറയും. 29-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും എങ്ങനെയാണ് ഭക്തി എന്ന് പറയുകയാണ്. ഭക്തി എന്താന്ന് ആദ്യമേ ഭാഗവതം പറയുന്നുണ്ട്. കാരണം ധർമ്മപ്രോചിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം എന്ന് തുടങ്ങിയല്ലോ. അതിൽ തന്നെ ആദ്യം പറഞ്ഞു വെച്ചു, ധർമ്മപ്രോചിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം. കൈതവം വിട്ട ധർമ്മം എന്താണ്? ശ്രീധരീയത്തിലെ ശ്രീധരാചാര്യ സ്വാമികൾ അതിന് പറയണം എങ്ങനെയാ വെച്ചാൽ, അദ്ദേഹത്തിന് തന്നെ ഭാഷയിൽ പറഞ്ഞാൽ, അത്ര ശ്രീമതി സുന്ദരി ഭാഗവതേ പരമോ ധർമ്മോ നിരൂപ്യതേ പരമത്വ ഹേതു പ്രകർഷണോചിതം കൈതവം കപടം യസ്മിൻ സഹ പ്രശബ്ദേന മോക്ഷാഭി സംതിരപി നിരസ്തഃ കേവലം ഈശ്വരാരാധനാരൂപോ ധർമ്മോ നിരൂപ്യതേ. അതായത് ആചാര്യവാദ സ്വാമികൾ പറഞ്ഞെന്താ വെച്ചാൽ, നമ്മുടെ ഹൃദയത്തിലെ മോക്ഷം വേണം. പ്രശബ്ദേന മോക്ഷാഭി സംതിരപി നിരസ്തഃ. മോക്ഷം വേണം എന്നുള്ള ആഗ്രഹം പോലും ആഗ്രഹങ്ങളുടെ പട്ടികയിലായതുകൊണ്ട് അതുപോലും ഇവിടെ ഭക്തിയല്ല. പിന്നെ എന്താണ്? ഒന്നും വേണ്ടെന്ന് ആരോ പറയണം കേട്ടോ അല്ലേ. പിന്നെ എന്താ അവിടെ അർത്ഥം? എങ്ങനെ എടുക്കേണ്ടത്? കേവലം ഈശ്വരാരാധനാരൂപോ ധർമ്മോ നിരൂപ്യത. സഹജമായിട്ട് നമ്മുടെ ഉള്ളിൽ ശ്വാസോച്ഛ്വാസ ക്രമമൊക്കെ എങ്ങനെയാണോ നടന്ന് നമ്മൾ അറിയാതെ പോണത്, അതുപോലെ സഹജമായിട്ട് ഈശ്വര സ്വരൂപം എനിക്ക് അറിയാനുള്ള ആ വ്യഗ്രത പൂണ്ട എൻ്റെ ചിത്തവൃത്തി തന്നെയാണ് ഭക്തി. അതാണ് ഉദ്ധവനൊക്കെ അവസാനം എന്ത് പറഞ്ഞത്? ഗോപികമാരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞില്ലേ, ആസാമഹോ ചരണരേണു ജുഷാമഹം സ്യാം വൃന്ദാവനേ കിമപി ഗുൽമലദൗഷധീനാം യാദുസ്ത്യജം സ്വജനമാര്യപദം ചഹിത്വാ ഭേജുർമുകുന്ദ പദവീം ശ്രുതിഭിർവിമൃഗ്യാം. ആലോചിച്ച് നോക്കുക. അപ്പൊ അതാണ് ഈ ഭക്തിയുടെ സ്വരൂപമായിട്ട് 29-ാം അധ്യായത്തില് പറഞ്ഞത്. 30-ാം അധ്യായത്തില് എങ്ങനെയാണ് ഈ ഭഗവാന്റെ സ്വരൂപത്തിലേക്ക് നമ്മൾ ചേരേണ്ടത് എന്ന് പറയുകയാണ്. എല്ലാറ്റിനെയും ഉപേക്ഷിക്കലല്ല, നമ്മളെ പലതും ഉപേക്ഷിച്ച് കടന്നു പോകുന്നത് വേണ്ടതുപോലെ സംയമനത്തോടുകൂടി കണ്ട് ഉപേക്ഷിക്കപ്പെട്ടവയുടെ പിന്നാലെ പിന്നെ സഞ്ചരിക്കാതിരിക്കാനുള്ള മാനസിക ധാരണ നമ്മൾ സ്വീകരിക്കാനായിട്ട് പറയുകയാണ്. കുടുംബം പോഷിപ്പിക്കാനായിട്ട് അത്യധ്വാനം ചെയ്യുക, ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് പലതരം വേഷങ്ങൾ കെട്ടുക. അവിടെ ഒന്നും ഒരു അറ്റാച്ച്മെന്റിന്റെ ആവശ്യമില്ല ഒന്നിനോടും. പരശുരാമനും ദത്താത്രേയന്റെ അടുത്ത് പരശുരാമൻ ഗുരുനാഥനാണ് ഒറ്റ തവണ പോയുള്ളൂ, പിന്നെ പോയില്ല. കാരണം സാധന ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അദ്ദേഹം മുക്തനായി. ഇടയ്ക്കിടയ്ക്ക് പോണ്ട, നമ്മൾ മുക്തനായാൽ മതി. അതിനെന്താ വേണ്ടത്? പല പല ഘോര നരകങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ്. അവിടേക്ക് പോവാതിരിക്കാൻ എന്താന്ന് പറയുകയാണ്. ഇനി 31-ാം അധ്യായത്തില് പുണ്യപാപ മിശ്രമായിരിക്കുന്ന ജീവൻ എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൽ അങ്കുരിച്ചൊരു ജീവനായിട്ട് വരുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ കാമക്രോധാദികൾക്ക് അടിപ്പെട്ടുകൊണ്ട് മനുഷ്യജീവിതം നശിക്കാനുള്ള കാരണങ്ങൾ എന്താണെന്ന് വിശദീകരിച്ചു കൊടുത്തു. 32-ാം അധ്യായത്തിലെ കർമ്മത്തിന്റെ അധികാരത്തെക്കുറിച്ച് കപിലന്റെ ഒരു വിശദീകരണം ഉണ്ട്. കാമ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഗതി വളരെ മോശം തന്നെയാണ്. എപ്പോഴും അതിൻ്റെ പിന്നാലെ അല്ല നമ്മൾ പോകേണ്ടത്. കാമ്യമായിട്ടുള്ള കർമ്മങ്ങൾ മാത്രമല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തില് അവനവനെ കുറിച്ചുള്ള ബോധവും. അതാണ് നേരത്തെ പറഞ്ഞത്, ഹരിനാമകീർത്തനകാരൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണ്? ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ജനനാന്ത്യേന നിത്യഗതി. ഇതിങ്ങനെ കറങ്ങി 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 കറങ്ങിയിരിക്കുന്നതിനേക്കാളും ഭേദം ഏകാഗ്ര ചിത്തത്തോട് കൂടിയിട്ട് അവനവനെ തന്നെ നിരൂപണം ചെയ്തുകൊണ്ട് അമൃതം ഉപേക്ഷിച്ച് വിഷം സ്വീകരിക്കുന്നവനെ പോലെ അല്ലാതെ ആത്മതത്വത്തെ അറിയാനുള്ള പരിശ്രമം പറഞ്ഞു. 33-ാം അധ്യായം കൊണ്ട് കപിലന്റെ ഉപദേശാമൃതം പാനം ചെയ്തുകൊണ്ട് സ്വന്തം ശരീരത്തെ ജലമാക്കി മാറ്റി ബിന്ദുസരസിലേക്ക് അമ്മ ലയിച്ചു ചേർന്നുവെന്ന്
കാപിലം പറയുന്നു. വിശദമായിട്ടുള്ള പഠനം വേണ്ട അധ്യായങ്ങളെ സത്രവേദിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ടൈറ്റിൽ ചെയ്ത് പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഒറ്റ കാര്യം ഇവിടെ പറയാനുള്ളൂ, ഈ ദിവസം അമ്മമാരുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സാധാരണ കപിലാചാര്യന്റെ പാദങ്ങളിലാണ്, ഇവിടെ നേരെ തിരിച്ചാണെന്ന്. ആ ആഹൂതി ചെയ്യപ്പെട്ട അമ്മയുടെ ചിത്തവൃത്തി ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ എഴുന്നേറ്റ് പോകുമ്പം ഒരു ധർമ്മം ഓർക്കണം നമ്മൾ, പ്രത്യേകിച്ച് പുതിയ തലമുറയിലുള്ള കുഞ്ഞുങ്ങളൊക്കെ. കപിലന്റെയും അമ്മയുടെയും കഥ കേട്ടിട്ട് വേദാന്തവും കാപിലവും പദാർത്ഥ വിജ്ഞാനവും മാത്രമല്ല നാം ശീലിക്കേണ്ടത്. എത്രയോ അനാഥ മന്ദിരങ്ങൾ ലോകത്ത് ഉയരുകയാണ്, എത്രയോ അമ്മമാര് വേണ്ടാണ്ടാവുകയാണ്. ഗുരുവായൂരപ്പൻ്റെ ഒക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചില അമ്മമാര്, ഞാൻ നാള് ഈ ത്രിപക്ഷ ഭാഗവതത്തിന് പോയ സമയത്ത് ഒരു അമ്മ ഗുരുവായൂർ വന്നിട്ട് കുറച്ച് പാൽപ്പായസം കൊണ്ടു തന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. അപ്പൊ അമ്മ പറഞ്ഞു അത് വേണം. ഞാൻ ചോദിച്ചു അമ്മയുടെ വീട് എവിടെയാ? അമ്മ പറഞ്ഞു ഇവിടെ തന്നെയാ മോനെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കരയാൻ തുടങ്ങി. എത്രയോ അമ്മമാര് വഴിയിലാണ്. അപ്പോ കപിലവാസുദേവന്റെ അമ്മയായ ദേവഹൂതി കൊടുത്ത അനർഘരത്നമായ കപിലനെ പോലെ നമ്മുടെ കുഞ്ഞുങ്ങള് പ്രപഞ്ചത്തിൽ വളരാൻ ഇടവരട്ടെ. അതിനു വേണ്ടിയിട്ട് ആ അമ്മയെയും ആ കപിലനെയും ഹൃദയത്തിലേക്ക് നമുക്ക് എടുക്കാമെന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ അമ്മമാരുടെയും, ആ അമ്മമാരെയൊക്കെ പ്രായമുള്ള അമ്മമാരുടെ അടുത്തും അച്ഛൻ്റെ അടുത്തൊക്കെ ഒന്ന് വെറുതെ ഒന്ന് പോയിരിക്കണം കേട്ടോ. കുട്ടികൾ വെറുതെ ഒന്ന് പോയാൽ മതി, ഒന്നും കൊടുക്കണ്ട. ഓണം വിഷൊക്കെ വരുമ്പോഴേ ഒരു ഉരുള ചോറൊക്കെ ഉരുട്ടിയിട്ട് ആ വൃദ്ധയായ അമ്മയുടെ വായിലേക്ക് ഒന്ന് വെച്ചിട്ട് അമ്മ ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ, കുറച്ച് തിരക്കായതുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ അച്ഛൻ എന്ന് ചേർത്ത് പിടിച്ച് അച്ഛ ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അവർക്ക് ജീവിക്കാനുള്ള ത്വരയായി. അപ്പോൾ അതിന് നമുക്ക് സാധ്യമാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇവിടെ ഈ ക്ഷേത്രത്തിൽ, ഈ മഹാക്ഷേത്രത്തിൽ എൻ്റെ ഗുരുനാഥൻ ആയിട്ടുള്ള ആ ഗണപതിയുടെ, ഗുരുനാഥനും ഗണേശ്വരനും ഒന്ന് തന്നെയാണ്, പരമേശ്വരനും ഒന്ന് തന്നെയാണ്. ചർമ്മത്വരൂപത്തിലുള്ള ഈശ്വരനാണ് ഗുരുനാഥൻ എന്നാണ് മഹാത്മാക്കൾ പറയാം. അപ്പോൾ സാറ് ഇവിടെ, രാമൻ സാർ ഇവിടെ വരണം എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സമയത്ത് ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. ഇവിടെ ബ്രജേഷേട്ടനൊക്കെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും ഇവിടെ ഇരിക്കുന്ന ഈ അമ്മമാരൊക്കെ പുണ്യം ചെയ്ത ജന്മങ്ങളാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു സത്രരൂപത്തിൽ ഭഗവാൻ അവതരിക്കാൻ വിഷമാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരു സന്തോഷം ഹൃദയത്തിൽ ഉണ്ടാവണു. മഹാത്മാക്കളുടെ ചരിതങ്ങൾ ഓർമ്മ വരണു, ഭാഗവതം ഹൃദയത്തിലേക്ക് ശ്ലോകരൂപത്തിൽ വരണു. അതൊക്കെ ഗുരുവായൂരപ്പന്റെ കൃപ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കട്ടെ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത് ബ്രഹ്മാർപ്പണമസ്തു.